നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഞാൻ രോഹിണി മഹേഷ്. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട്, കർക്കടകം 29, രേവതി നക്ഷത്രം, 2025 ഓഗസ്റ്റ് 14 വ്യാഴാഴ്ച. ഇന്നത്തെ രാഹുകാലത്തിൻ്റെ സമയം ഉച്ചയ്ക്ക് ശേഷം 2:01 മുതൽ 3:33 വരെയാണ്. നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126 വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,436 ദിവസമാണ്. മലയാള കലണ്ടർ അനുസരിച്ച് 1200 ആണ്ട്, കർക്കിടക മാസം 29 തീയതിയാണ്. ശകവർഷം 1947, ശ്രാവണ മാസം 23 തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ആഗസ്റ്റ് മാസം 14 തീയതിയാണ്. കൃഷ്ണപക്ഷമാണ്. ഷഷ്ടി തിഥിയാണ്. കരണം വരുന്നത് ആനകരണമാണ്. അത് ഉച്ച കഴിഞ്ഞ് 3:15 വരെയുള്ള സമയത്താണ് ആനകരണം വരുന്നത്. നിത്യയോഗം വരുന്നത് ശൂലനാമ നിത്യയോഗമാണ്. അത് 3:11 വരെ, ഉച്ച കഴിഞ്ഞ് 3:11 വരെയുള്ള സമയത്താണ്. നാൾ വരുന്നത് രേവതി നക്ഷത്രമാണ്. രാവിലെ 9:05 വരെയുള്ള സമയത്താണ് രേവതി നക്ഷത്രം വരുന്നത്. അതിനുശേഷം അശ്വതി നക്ഷത്രമാണ്. ഞാറ്റുവേല, ആയില്യം ഞാറ്റുവേലയാണ്. ദിവസം വ്യാഴം, ഗുരുവിൻ്റെ അഥവാ വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:18:47 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:38:19 അസ്തമയം സംഭവിക്കുന്നു. ഇത് മധ്യ കേരളത്തിലേതാണ് ഈ ഉദയാസ്തമയങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 19 മിനിറ്റ് 32 ആണ്. പകലിന്റെ ദൈർഘ്യമാണ് ദിനമാനം. അത് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്ത വിഷു വരെയുള്ള സമയത്ത് ഇത് ക്രമേണ കുറഞ്ഞ് രാത്രിയും പകലും ഒരേപോലെ 12 മണിക്കൂർ വരെ ആകുന്നതുവരെ ഇത് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകകാലം. ഇതിൽ രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 2:01 തുടങ്ങി 3:33 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 9:23 തുടങ്ങി 10:56 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം സംഭവിക്കുന്നത് രാവിലെ 6:18 തുടങ്ങിയിട്ട് 7:51 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും പൊതുവെ വർജ്യകാലങ്ങളാണ്. ആ സമയത്ത് യാത്ര തുടങ്ങുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തുടക്കം ഇടാതിരിക്കുക, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. മകം, പൂരം, ഉത്രം എന്നീ നാളുകാർക്കാണ് ഇന്ന് ചന്ദ്രൻ അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ വരുന്നത്. ഇന്നേ ദിവസം ഈ പറയുന്ന നാളുകാർക്ക് അനുകൂലമായിട്ടുള്ള ദിവസമല്ല. അഭിജിത് മുഹൂർത്തം വരുന്നത് ഉച്ചയ്ക്ക് 12:04 തുടങ്ങി 12:26 വരെയും, തുടർന്ന് 4 മിനിറ്റ് വർജിച്ച് 12:30 മുതൽക്ക് 12:52 വരെയുമാണ്. 12:04 മുതൽക്ക് 12:52 വരെയാണ് പൊതുവെ അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്നത്. മധ്യത്തിലുള്ള 4 മിനിറ്റ് സന്ധ്യയാകയാൽ അത് വർജിക്കേണ്ടതാണ്. മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വന്നാൽ ഈ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യവിധിയുള്ളതാണ്. ഇന്ന് നക്ഷത്രം ഉദയത്തിന് വരുന്നത് രേവതി നക്ഷത്രമാണ്. വിവാഹം, അതുപോലെ വ്രതാരംഭം, ഗൃഹം, ക്ഷേത്രം മുതലായിട്ടുള്ളവ നിർമ്മിക്കുക, പുതിയ ഭൂഷണങ്ങൾ ഉണ്ടാക്കുക, ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. ഷഷ്ടിയും ശില്പകർമ്മങ്ങൾക്കും അതുപോലെ വാസ്തു കർമ്മങ്ങൾക്ക് ആഭരണം ഉണ്ടാക്കുക, അതുപോലെ യുദ്ധം ആരംഭിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒക്കെയാണ് ഇന്നത്തെ ഷഷ്ടി തിഥി നല്ലത്. നമസ്കാരം. പുത്തൻ പുലരിയിൽ ഇനി നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ഇന്ന് വിഭജന ഭീതി അനുസ്മരണ ദിനം. മതത്തിന്റെ പേരിൽ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടതിന്റെ ഓർമ്മയിൽ രാജ്യം. വിഭജനകാലത്ത് കൊല്ലപ്പെട്ടത് ദശലക്ഷത്തോളം പേർ. കോളേജ് ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം. മുഖം തിരിച്ച് ഇടത് സർക്കാർ. ദിനാചരണത്തിന് നിർദ്ദേശം നൽകി കേരള, കണ്ണൂർ വിസിമാർ. ജമ്മുകശ്മീരിൽ ശുദ്ധികലശം തുടർന്ന് കേന്ദ്ര സർക്കാർ. പണ്ഡിറ്റുകളുടെ കൂട്ടക്കുരുതിയിൽ പുനരന്വേഷണം. മുഴുവൻ ഇസ്ലാമിക ഭീകരരെയും അഴിക്കുള്ളിലാക്കാൻ പ്രത്യേക അന്വേഷണം ഊർജിതമാക്കി സർക്കാർ.
വോട്ടർ പട്ടിക വിവാദത്തിൽ പ്രതിസന്ധിയിലായി ഇടത് വലത് മുന്നണികൾ. ചെന്നിത്തലയുടെയും സതീശന്റെയും ഇരട്ട വോട്ടിൽ മുഖം നഷ്ടമായി കോൺഗ്രസ്. LDF കൺവീനർ തന്നെ ക്രമക്കേട് തുറന്നു പറഞ്ഞതിൽ വെട്ടിലായി CPM-ഉം. സി സദാനന്ദൻ മാസ്റ്റർ MP-യെ സ്വീകരിക്കാനൊരുങ്ങി കണ്ണൂർ. MP ആയതിനു ശേഷം ആദ്യമായി ഇന്ന് ജന്മനാട്ടിൽ. BJP സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യും. സംഘടനാ പ്രവർത്തനങ്ങളും വിലയിരുത്തും. സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കടുപ്പിച്ച് കസ്റ്റംസ്. 6 വർഷത്തിനിടെ പിരിച്ചുവിട്ടത് 14 ഉദ്യോഗസ്ഥരെ. വിഭജനത്തിന്റെ ഓർമ്മയിൽ ലോകം കണ്ട ഏറ്റവും വലിയ രക്തരൂക്ഷിതമായ അധികാര കൈമാറ്റമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നടന്നത്. മതത്തിന്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ട രാജ്യത്ത് മതം തിരഞ്ഞ് മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു. മതം നോക്കി അന്നു തുടങ്ങിയ കൂട്ടക്കൊല ഇന്ന് പഹൽഗാം വരെ എത്തി നിൽക്കുന്നു. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. 2 മനുഷ്യർക്കിടയിലെ അധികാരക്കൊതി ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം സമ്മാനിച്ച ദിനം. അതെ, പറഞ്ഞു വരുന്നത് ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് തന്നെയാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ 10 ദുരന്തങ്ങളിൽ ഒന്ന്. മതത്തിന്റെ പേരിൽ നടന്ന ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല. ഇന്ത്യ വിഭജനത്തെ ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ നടന്ന ഡയറക്റ്റ് ആക്ഷൻ പദ്ധതിയാണ് ഇന്ത്യയെ കലാപ കലുഷിതമാക്കിയത്. പാകിസ്ഥാന് വേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ യുദ്ധപ്രഖ്യാപനമായിരുന്നു അത്. 1946 ഓഗസ്റ്റ് 16 ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയി ജിന്ന പ്രഖ്യാപിച്ചതോടെ കലാപം തുടങ്ങി. ആദ്യം കൊൽക്കത്തയിലായിരുന്നു കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. 3 ദിവസം നീണ്ട അക്രമത്തിൽ 4000-ലധികം പേർ കൊല്ലപ്പെട്ടു. വർഗീയ കലാപം ബീഹാറിലേക്കും നവഖാലിയിലേക്കും യുണൈറ്റഡ് പ്രവിശ്യകളിലെ ഗുർമുക്തേശ്വറിലേക്കും 1947 മാർച്ചിൽ റാവൽപിണ്ടിയിലേക്കും വ്യാപിച്ചു. തുടർച്ചയായ അക്രമങ്ങൾക്കൊടുവിൽ ഇന്ത്യയെ വിഭജിക്കാൻ കോൺഗ്രസ് സമ്മതം മൂളി. കൊടും ക്രൂരതകളാണ് പുതുതായി രൂപം കൊണ്ട പാകിസ്ഥാനിൽ അരങ്ങേറിയത്. ഹിന്ദുക്കളെയും സിഖുകാരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു. ചോര പുഴ പോലെയൊഴുകി. മനുഷ്യരോദനം കേട്ട് പ്രകൃതി പോലും വിറങ്ങലിച്ചു. ഗർഭിണികളുടെ വയറുകീറൽ, കുഞ്ഞുങ്ങളുടെ തല ഇഷ്ടികച്ചുവരുകളിൽ ഇടിക്കൽ, ഇരയുടെ കൈകാലുകളും ജനനേന്ദ്രിയങ്ങളും മുറിച്ചുമാറ്റൽ, തലകളും മൃതദേഹങ്ങളും പ്രദർശിപ്പിക്കൽ എന്നിങ്ങനെ ഭീകരമായ കൊലകളാണ് നടന്നത്. കൊള്ളയും കൊലയും മാത്രമല്ല, ബലാത്സംഗങ്ങളും വ്യാപകമായി. പാകിസ്ഥാനിലെ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിലെ സ്ത്രീകൾ മാനം രക്ഷിക്കുന്നതിനായി കൂട്ട ആത്മഹത്യ ചെയ്തു. അക്രമികൾ തങ്ങളെ കൊലപ്പെടുത്തിയാൽ കുടുംബത്തിന് എന്ത് സംഭവിക്കും എന്ന ഭയത്താൽ പുരുഷന്മാർ സ്വന്തം ഭാര്യമാരെയും പെൺമക്കളെയും കൊലപ്പെടുത്തി. മക്കളുടെ മുന്നിൽ വെച്ച് കൂട്ട ബലാത്സംഗത്തിന് നിരവധി പേർ ഇരയായി. ഹിന്ദുക്കളും സിഖുകാരും പലായനം ചെയ്താൽ അവരുടെ സ്വത്തുക്കൾ കൂടി തട്ടാമെന്ന് കരുതി അയൽക്കാർ വാളെടുത്തു. സിന്ധിൽ കൂടുതൽ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ ഉണ്ടായി. കറാച്ചിയിലും ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഇത് 1100 പേരുടെ മരണത്തിന് കാരണമായി. വിഭജന കലാപങ്ങളുടെ ഏറ്റവും രൂക്ഷമായ മുഖം കണ്ടത് പഞ്ചാബിലും ബംഗാളിലുമാണ്. പശ്ചിമ പഞ്ചാബിൽ ഒരു സിഖുകാരനോ ഹിന്ദുവോ പോലും കലാപത്തെ അതിജീവിച്ചില്ല. ലാഹോർ പഞ്ചാബ് തീവണ്ടികളെല്ലാം
രക്തത്തീവണ്ടികളെന്ന് അറിയപ്പെട്ടു. വിഭജന സമയത്ത് പഞ്ചാബിലുടനീളമുള്ള മൊത്തം കുടിയേറ്റം 12 ദശലക്ഷമായാണ് കണക്കാക്കപ്പെടുന്നത്. കൊന്നു തള്ളപ്പെട്ടവരിൽ മിച്ചം വന്നവരാണ് എല്ലാം. ലാഹോറിൽ നിന്നും വന്ന ഒരു വണ്ടിയിൽ നിറയെ സിഖുകാരുടെ കബന്ധങ്ങളായിരുന്നു. അതിൽ രക്തം കൊണ്ട് എഴുതിയ ഒരു കുറിപ്പും. കൊല എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളെ കണ്ടുപഠിക്കൂ എന്നായിരുന്നു ആ എഴുത്ത്. തീവണ്ടി യാത്രയിൽ വഴിമധ്യേ മുഴുവൻ ജനക്കൂട്ടം യാത്രക്കാരെ കൊലപ്പെടുത്തി. മരിച്ചവരുടെ മൃതദേഹം ട്രെയിനിൽ നിന്നും വലിച്ചെറിഞ്ഞു. ദോർഹ കനാലിൽ വെള്ളം രക്തത്താൽ ചുവന്നു. തോഹ ഖൽസ എന്ന ഗ്രാമത്തിൽ സ്ത്രീകൾ അവരുടെ മാനം രക്ഷിക്കാൻ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. വടക്കൻ പഞ്ചാബിലെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലെ ജനം സിഖുകാർക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടു. പേടിച്ച് നഗ്നപാതരായി റെയിൽപാളത്തിലൂടെ ഓടുന്നതിനിടയിൽ വീണ് മരിച്ചവർ പോലും ആയിരങ്ങൾ വരും. പാകിസ്ഥാനിൽ വെച്ച് കൊടിയ പീഡനമാണ് സിഖുകാർ ഏറ്റുവാങ്ങിയത്. കിഴക്കൻ ബംഗാളിലെ സ്ഥിതി ഭയാനകമായിരുന്നു എന്ന് വേണം പറയാൻ. കൊന്നു കൊതി തീരാതെ മനുഷ്യർ തെരുവുകളിൽ ചോരയ്ക്കായി ദാഹിച്ചലഞ്ഞു. ഇരകളുടെ ആർത്തനാദം വെറും ഞരങ്ങൽ മാത്രമായി ഒതുങ്ങി. പാകിസ്ഥാന് നൽകിയ കിഴക്കൻ ബംഗാളിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു. ഉടുതുണി പൊക്കി നോക്കി മതം ഉറപ്പുവരുത്തിയാണ് പലരെയും വെട്ടിക്കൊന്നത്. ഇതോടെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു. പലരും പട്ടിണിയും അസുഖവും മൂലം വഴിയിൽ വീണു മരിച്ചു. വിഭജന സമയത്ത് ബംഗാളിലുടനീളമുള്ള മൊത്തം കുടിയേറ്റം 3.3 ദശലക്ഷമായി കണക്കാക്കപ്പെടുന്നു. 2.6 ദശലക്ഷം ഹിന്ദുക്കൾ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും 0.7 ദശലക്ഷം മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്നും കിഴക്കൻ പാകിസ്ഥാനിലേക്കും മാറി. 98.5% ബുദ്ധമത ഭൂരിപക്ഷമുണ്ടായിരുന്ന ചിറ്റഗോങ് പ്രദേശങ്ങളിലും കൊലകൾ അരങ്ങേറി. അങ്ങനെ 20 ലക്ഷത്തോളം പേർ മരിച്ചു വീണും 2 കോടിയിലധികം മനുഷ്യർ കുടിയിറക്കപ്പെട്ടും 2 രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് ചുവടുവെച്ചു. ചുടുചോരയുടെ രൂക്ഷഗന്ധം അന്തരീക്ഷത്തിൽ തളം കെട്ടി നിൽക്കെ 2 നേതാക്കൾ അവരുടെ അധികാരക്കൊതി ശമിപ്പിച്ചു. കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തല നിറയെ മരവിപ്പാണ്. എങ്കിലും ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഓർമ്മിപ്പിക്കാതെ തരമില്ല. കാരണം കടന്നു വന്ന കനൽ വഴികൾ നല്ല നാളേക്കായുള്ള ഓർമ്മപ്പെടുത്തലും പ്രചോദനവുമാണ്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. ഇന്ന് വിഭജന ഭീതി ദിനം. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 15 തലേ ദിവസം മറ്റൊരു രാജ്യം പിറവികൊണ്ടു, പാകിസ്ഥാൻ. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെ വിഭജിച്ച് ഭരിക്കുക എന്ന നയം അവർ ഇന്ത്യ വിടുന്നതിന് മുൻപ് നടപ്പാക്കി. ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായിരുന്നു അത്. ആ ദിവസങ്ങളിലുണ്ടായ കലാപങ്ങളിലും അക്രമങ്ങളിലും ജീവൻ ബലികൊടുക്കേണ്ടി വന്ന നിരപരാധികളായ ജനങ്ങൾ. ആ ഭീതി ദിനത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് ഈ ദിനം ഭാരതം കടന്നുപോകുന്നത്. 1947 ആഗസ്റ്റ് 14 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന അർദ്ധരാത്രി ഈ നാടിനെ രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ടുള്ള ദുരന്തപൂർണമായ രക്തപങ്കിലമായ ഒരു കാളരാത്രിയായിരുന്നു. വിഭജനത്തിൻ്റെ ആ ദുഃഖ സ്മൃതികൾ പേറിയാണ് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം പിറവികൊള്ളുന്നത്. ഡിവൈഡ് മീ ഫസ്റ്റ്, ദെൻ ഡിവൈഡ് ദ കൺട്രി. എന്നെ വിഭജിക്കൂ ആദ്യം, അതിനുശേഷം നിങ്ങൾ രാഷ്ട്രത്തെ വിഭജിക്കൂ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിക്ക് ഈ രാഷ്ട്രത്തിൻ്റെ വിഭജനത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അതിന് ഈ നാട് കൊടുക്കേണ്ടി വന്ന വില 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ നിരപരാധികൾ ഈ വിഭജനത്തിൻ്റെ ഭീകര കരാള ദിനങ്ങളിൽ റാവൽപിണ്ടിയിലും കറാച്ചിയിലും സിന്ധിലും ലാഹോറിലുമൊക്കെയായി കൊല്ലപ്പെട്ടു എന്നതാണ്. കോടിക്കണക്കിന് ജനങ്ങൾ അവരുടെ ജീവൻ കയ്യിലെടുത്തുകൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഭാരതത്തിനും 47 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പിറവികൊണ്ട പാകിസ്ഥാനും പിന്നീട് കിഴക്കൻ ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറുമ്പോഴുമെല്ലാം എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇത് വേദനാജനകമായിരുന്നു. വർഗീയ ഭീകരവാദം ഒരു രാജ്യത്തിൻ്റെ ജനകോടികൾക്ക് നേരെ ഉണ്ടാക്കിയ ആക്രമണം, പരിക്ക്,
അത് ലോകത്തിന് മുഴുവൻ പാഠമാകേണ്ടതാണ്. നിർഭാഗ്യവശാൽ സ്വതന്ത്ര ഭാരതത്തിലെ പല രാഷ്ട്രീയക്കാരും ഈ വിഭജന പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ഭാരതത്തെ വീണ്ടും വിഭജിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാ തരത്തിലുള്ള വിഭജനവാദവും ഭീകരവാദം തന്നെയാണ്. ഈ ഭീകരവാദം രാഷ്ട്രത്തിലെ നിരപരാധികളായ ജനങ്ങൾക്ക് ദുഃഖവും ദുരിതവും സാമ്പത്തിക നഷ്ടവും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. സ്വാതന്ത്ര്യ ദിനം നാം വിഭജനത്തിൻ്റെ ദുഃഖദിനങ്ങളും കൂടിയായി അനുസ്മരിക്കേണ്ടി വരുന്നു എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഈ ഭാരതത്തിന് ഒരിക്കലും ഉണങ്ങാത്ത ഒരു ഓർമ്മ, ഒരു മുറിവ് ഓർമ്മയാണ് എന്ന് പറയേണ്ടി വരുന്നു. ഈ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സുദിനത്തിൽ അഖണ്ഡ ഭാരതത്തിന് വേണ്ടി ഭീകരവിരുദ്ധമായ ചിന്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സുദിനമായി മാറട്ടെ നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനൊരുങ്ങി രാജ്യം. നാളെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തും. ശുചീകരണ തൊഴിലാളികളാണ് ചെങ്കോട്ടയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലെ പ്രത്യേക അതിഥികൾ. സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിനൊപ്പം മാതൃഭൂമിയെ വെട്ടിമുറിച്ച വിഭജനത്തിന്റെ ചരിത്രം കൂടി ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദിനം. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ നിറവിലാണ് രാജ്യം. ഭാരതത്തെ വെട്ടിമുറിച്ച വിഭജനത്തിന്റെ ഭീതിയും വേദനയും ഓർമ്മിച്ചുകൊണ്ടാണ് നാം സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് കടക്കുന്നത്. സ്വാതന്ത്ര്യം നേടി 79 വർഷം പിന്നിടുമ്പോൾ ലോകത്തിലെ മികച്ച സാമ്പത്തിക സൈനിക ശക്തിയായി ഭാരതം മാറുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ദേശീയ നിലപാടുകളും സാംസ്കാരിക പാരമ്പര്യവും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ യാത്ര. ഹർഘർ തിരങ്ക എന്ന പ്രധാനമന്ത്രിയുടെ ആശയം ഏറ്റെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ ഓരോ കോണുകളിലും വീടുകളിലും ഇന്ന് ത്രിവർണ്ണ പതാക പാറിപ്പറക്കുകയാണ്. കാലങ്ങൾ നീണ്ട വൈദേശിക അധിനിവേശം അവസാനിപ്പിക്കുന്നതിനായി നിരവധി ധീരദേശാഭിമാനികൾ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം ഓർത്തെടുക്കാതെ നമുക്ക് കടന്നുപോകാനാകില്ല. ബാലഗംഗാധര തിലകനും സുഭാഷ് ചന്ദ്രബോസും സർദാർ വല്ലഭഭായ് പട്ടേലും പഴശ്ശിരാജയും ഉൾപ്പെടെ നമുക്ക് പേരറിയാവുന്ന നിരവധി പേർ. അതിനുമപ്പുറം നമുക്കറിയാത്ത കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യം വിസ്മരിച്ചു പോയ നിരവധി ധീരദേശാഭിമാനികൾ. അൺസങ് ഹീറോസ് എന്ന ക്യാമ്പയിനിലൂടെ അത്തരം വീരന്മാരെ രാജ്യത്തിനും പുതുതലമുറയ്ക്കും പരിചയപ്പെടുത്താനായി. സ്വാതന്ത്ര്യദിനാഘോഷത്തോടൊപ്പം വിഭജനത്തിന്റെ ഭീതി ദിനം കൂടി ആചരിക്കുകയാണ് രാജ്യം. 1947 ഭാരതത്തെ വെട്ടിമുറിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടം വിട്ടത്. രാഷ്ട്രീയ മതസമ്മർദ്ദങ്ങളുടെ ഭാഗമായി ഭാരതത്തെ വെട്ടിമുറിച്ചതിന്റെ വേദന, കോടിക്കണക്കിന് ജനങ്ങളുടെ പലായനവും നിരവധി പേരുടെ മരണത്തിനുമൊപ്പം ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് വിഭജനം രാജ്യത്തിന് സമ്മാനിച്ചത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. നാളെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതാണ് സ്വാതന്ത്ര്യദിനത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ്. മുൻപ് ചെങ്കോട്ടയിൽ ബുള്ളറ്റ് പ്രൂഫ് കൂട്ടിനുള്ളിൽ നിന്നായിരുന്നു പ്രധാനമന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്തിരുന്നെങ്കിൽ ആ ബുള്ളറ്റ് പ്രൂഫ് കൂട് പൊളിച്ചെറിയാനുള്ള നരേന്ദ്രമോദിയുടെ ധൈര്യം രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ ദേശസ്നേഹികൾക്കും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതത്തിന്റെ യാത്ര. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ത്രിവർണ്ണ പതാക പാറിക്കുന്നതോടൊപ്പം ശ്രീരാമചന്ദ്ര ഭഗവാന് ക്ഷേത്രമൊരുക്കുന്ന സനാതനധർമ്മവും സാംസ്കാരിക പാരമ്പര്യവും മുറുകെ പിടിക്കുമെന്നത് ഉറച്ച തീരുമാനമാണ്. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ. വിവാദങ്ങൾക്കിടെ സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനാചരണം. വിഭജന ഭീകരത വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം എന്ന ആശയത്തിൽ നടത്തുന്ന പരിപാടിക്കെതിരെ മുഖം തിരിച്ച് ഇടത് സർക്കാർ. പരിപാടി നടത്താൻ കോളേജുകൾക്ക് നിർദ്ദേശം നൽകി. കേരള, കണ്ണൂർ സർവകലാശാലകളും പരിപാടിക്കെതിരെ നിലപാടുമായി SFIയും പരിപാടി സംഘടിപ്പിക്കണം എന്ന നിലപാടിൽ ABVP.
രംഗത്തുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിൽ ഇന്ന് വിഭജന ഭീതി ദിനാചരണം നടത്തണം എന്നുള്ളത് നേരത്തെ തന്നെ നിശ്ചയിച്ചതാണ്. അതനുസരിച്ച് കണ്ണൂർ കേരള സർവകലാശാല VC-മാർ നിർദ്ദേശവും നൽകി. പക്ഷേ അത് നടപ്പിൽ വരുത്തില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് SFI. അതോടൊപ്പം അതിനൊത്താശയുമായി സർക്കാരും. ഇന്നത്തെ ദിനത്തെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? വിഭജന ഭീകരത വിദ്യാർത്ഥികൾ മനസ്സിലാക്കണമെന്ന ആശയത്തിൽ നടത്തുന്ന ഇന്നത്തെ വിഭജന ഭീതി ദിനാചരണം അലങ്കോലമാക്കാൻ തന്നെയായിരിക്കുമോ സർക്കാരും SFI-യും ശ്രമിക്കുക? രോഹിണി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു പരിപാടി എങ്ങനെ അലങ്കോലമാക്കാം എന്ന കാര്യത്തിൽ PhD എടുത്ത KSUവും ഒപ്പം തന്നെ SFI-യും സമാനമായ നിലപാട് തന്നെയാണ് ഈ വിഭജന ഭീതി ദിനാചരണത്തിലും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളും അതിന് ഊന്നൽ നൽകുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും കേരള സർവകലാശാല, ഒപ്പം തന്നെ സംസ്ഥാനത്തെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കൂടാതെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ 3 യൂണിവേഴ്സിറ്റികളാണ് പ്രധാനമായും ഈ പരിപാടി നടത്തും എന്നുള്ള നിർദ്ദേശം VC-മാർ അവിടുത്തെ കോളേജുകളുടെ മറ്റ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ വിവിധ കോളേജുകൾക്കും നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഉൾപ്പെടെ ഉള്ളവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കത്തുകളടക്കം ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ പരിപാടി ഒരു രീതിയിലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് സർക്കാർ നിലപാട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും അത് തന്നെയാണ്. അതുകൂടാതെ തന്നെ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള R. ബിന്ദുവും ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയിട്ടുള്ളത്. മന്ത്രി പറയുന്നത് ഇത്തരത്തിലാണ്: ഈ പരിപാടി നടത്തേണ്ട സാഹചര്യമില്ല. മതനിരപേക്ഷതയ്ക്ക് ഊന്നൽ നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള പരിപാടികൾ മാത്രം സംഘടിപ്പിച്ചാൽ മതി. ഒരു വിഭജന ഭീകരതയും അങ്ങനെ പ്രത്യേക കക്ഷി രാഷ്ട്രീയം വെച്ചുകൊണ്ടുള്ള പരിപാടികൾ കോളേജ് ക്യാമ്പസുകളിൽ വേണ്ട എന്നുള്ളതാണ് പ്രധാനമായും മന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ നിലപാടെന്നുള്ളത്. പക്ഷേ ഈ പരിപാടിയുടെ ആശയം തന്നെ എന്താണ് വിഭജന കാലത്ത് നടന്നത്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അന്നുണ്ടായി, എന്തൊക്കെ സാഹചര്യങ്ങളിൽ രാജ്യം വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്ന തലമുറയെ മനസ്സിലാക്കി കൊടുക്കുക, വരുന്ന തലമുറയ്ക്ക് വിഭജന ദിവസങ്ങളിലും വിഭജന നാടുകളിലും ഉണ്ടായ രാജ്യത്തെ അവസ്ഥ അതൊരു ബോധം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരത്തിലൊരു കത്ത് രാജ്യത്തെ എല്ലാ ഗവർണർമാർക്കും നൽകിയിട്ടുള്ളത്. ഗവർണർക്ക് ലഭ്യമായിട്ടുള്ള ഈ കത്തിന്റെ അടിസ്ഥാനത്തിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് സർവകലാശാലകൾ കേന്ദ്രീകരിച്ച് ഈ പരിപാടി നടത്തണമെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശം നൽകുകയും ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പരിപാടി പൂർണ്ണമായും ഐക്യത്തോടു കൂടി നടത്താൻ ഒരുങ്ങുമ്പോഴാണ് കേരളത്തിൽ അതിനോട് മുഖം തിരിഞ്ഞ് സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഗവർണറുടെ നിർദ്ദേശം നടപ്പിലാക്കുമെന്നുള്ളതാണ് പല VC-മാരും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ നിലപാട്. അതേസമയം തന്നെ ഈ പരിപാടിയെ എതിർക്കുമെന്നുള്ളതാണ് SFI സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. സമാനമായ നിലപാട് തന്നെയാണ് KSUവും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ പരിപാടി നടത്താൻ അനുവദിക്കും. ഒപ്പം തന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം കൂടിയായ ABVP സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ തിരുവനന്തപുരം ധനുവച്ചപുരത്തെ VTM NSS കോളേജിൽ ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 11:00 കൂടി ഔദ്യോഗികമായി പരിപാടികൾക്ക് തുടക്കമിടും. ഇന്ന് പൂർണ്ണമായ ദിവസം, അതായത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് ഏത് സമയത്തും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും ഈ പരിപാടി നടത്താം എന്നുള്ളതാണ് രാജ്ഭവനിൽ നിന്ന് VC-ക്കും VC നൽകിയിട്ടുള്ള നിർദ്ദേശവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിരോധിക്കാൻ ഒരു ഭാഗത്ത് SFI-യും KSUവും നിൽക്കുമ്പോൾ മറുഭാഗത്ത് അതിനെ തടുക്കാൻ ABVP കൂടി നിലകൊള്ളുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഗവർണറുടെ നിർദ്ദേശം നടപ്പിലാക്കുമെന്ന് VC-മാർ നിലപാട് സ്വീകരിച്ചൊരു പശ്ചാത്തലം. അപ്പോൾ കോളേജിൽ ഇന്നൊരു ദിവസം വളരെ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ പരിപാടി നടത്തുകയാണെങ്കിൽ അത് തടയുമെന്നുള്ള നിലപാട് SFI സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്കറിയാം ഗവർണറും സർക്കാരും തമ്മിൽ തുടരുന്ന പോര് അത് അന്വയ നീക്കത്തിലൂടെ അവസാനിപ്പിക്കാനായി ഒരു ഭാഗത്ത് മന്ത്രിമാർ അടക്കമുള്ളവർ രാജ്ഭവൻ കയറി ഇറങ്ങുമ്പോഴാണ് വീണ്ടും ഗവർണറെ ചൊടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് SFI അടക്കം തുടക്കം കുറിക്കുന്നത്. അത് ഏത് തരത്തിൽ വരുന്ന ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കും എന്നുള്ളതും നിർണായകമാവുകയും ചെയ്യും ഇന്നേ ദിവസം. രോഹിണി വിവരങ്ങൾ നൽകിയത്. വിഭജന ഭീതി അനുസ്മരണ ദിനമായ ഇന്ന് രാഷ്ട്രവിഭജനം വരുത്തിവെച്ച പ്രത്യാഘാതത്തെപ്പറ്റി വിശദീകരിക്കാൻ നമ്മളോടൊപ്പം പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ J. നന്ദകുമാർ അതിഥിയായി ചേരുകയാണ്. സ്വാഗതം ശ്രീ നന്ദകുമാർ. നമസ്കാരം. സ്വാഗതം രോഹിണി. നമസ്കാരം. നന്ദേട്ട, നമ്മുടെ വിഭജന ദിനം നാളെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്നേ ദിവസം
ഭാരതത്തിൻ്റെ ഒരു കറുത്ത ഏടായി തന്നെ നിലനിൽക്കുകയല്ലേ? കാരണം മാതൃഭൂമിയെ വെട്ടിമുറിച്ചു. ആ വെട്ടിമുറിച്ചതിൻ്റെ പ്രത്യാഘാതം ഇന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാം? ഇന്നത്തെ ദിവസം ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കറുത്ത ഏടിന്റെ ഓർമ്മ ദിനമാണ്. ഓർമ്മകളിലൂടെയാണ് ഒരു രാഷ്ട്രം ജീവിക്കുന്നതും ശക്തി ആർജിക്കുന്നതും. നമ്മുടെ ചരിത്രത്തിൽ സംഭവിച്ച പിഴവുകൾ, കൊടിയ വിപത്തുകൾ ഓർത്തു വയ്ക്കുന്നത് നാളെ അത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സഹായിക്കും. ഏതൊരു ശക്തമായ ലോകരാഷ്ട്രവും അത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴുള്ളത് അമേരിക്കയിലാണ്. വാഷിങ്ടൺ DC പോയാൽ നമുക്കവിടെ യഹൂദ ഹോളോകാസ്റ്റിന്റെ വലിയ മ്യൂസിയം കാണാം. ന്യൂയോർക്കിൽ ഇസ്ലാമിക ഭീകരവാദികൾ തകർത്ത WTCയുടെ മ്യൂസിയം കാണാം, അതിൻ്റെ പ്രദർശനി കാണാം. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്? നാളെ ഇതുപോലുള്ള അപകടം സമൂഹത്തിൽ വളർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമരം എന്നും എപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ അഭിമാനത്തിന്റെ, രോമാഞ്ചത്തിന്റെ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്ന ആ അത്യുജ്വലമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ചരിത്രത്തിൽ വീണ വലിയൊരു അപഖ്യാതിയാണ്, ഒരു വലിയ കറുത്ത ഏടാണ് ഭാരത വിഭജനം. നാം പൊരുതിയത് ഒരു വിഭജിത ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല. ഭാരതാംബയുടെ ഇരു കൈകളും വെട്ടിമുറിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ല ഭാരതം പൊരുതിയത്. ഭാരതം പൊരുതിയത് അഖണ്ഡ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ കാലഘട്ടത്തിൽ ആസേതു ഹിമാചലം, കച്ച് മുതൽ കാമരൂപം വരെ, കന്യാകുമാരി മുതൽ ഹിമാലയം വരെ ഒരുപോലെ ഉണർന്നെഴുന്നേറ്റ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെ നമ്മൾ പൊരുതുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന വികാരം ഒന്നു മാത്രമാണ്: ഈ ഭാരതാംബയെ മുഴുവനായും മൊത്തത്തിൽ സ്വതന്ത്രമാക്കുക. എന്നാൽ ഇസ്ലാമിക മതവെറി പൂണ്ട മുഹമ്മദ് അലി ജിന്നയും അയാളുടെ കൂട്ടാളികളും, ബംഗാളിൽ സോറവാർഡിയെ പോലുള്ള ആൾക്കാർ, അവരെല്ലാവരും ചേർന്ന് മതത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ സത്യത്തിൽ ഭാരതത്തിന്റെ മനസ്സ് തേങ്ങിപ്പോയി. ഭാരതത്തെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് നുറുങ്ങിപ്പോയി. നമ്മൾ മതത്തിന്റെ പേരിലല്ല സ്വാതന്ത്ര്യ സമരം നടത്തിയത്. പക്ഷെ ചില ആളുകൾക്ക് അത് മതത്തിന്റെ പേരിലുള്ള സ്വാതന്ത്ര്യമായിരുന്നു. മത ഭരണം നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി തങ്ങൾക്ക് രാഷ്ട്രത്തിന്റെ ഒരു ഭാഗം വേണമെന്ന് വാദിച്ചപ്പോൾ ആദ്യ ഘട്ടങ്ങളിലൊന്നും യഥാർത്ഥ ഭാരതീയർക്ക് അത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി ആ ഘട്ടത്തിൽ പറഞ്ഞത്, വിവിസെക്ട് മീ ബിഫോർ വിവിസെക്ടിങ് ഭാരത്. എന്നെ വെട്ടിമുറിക്കൂ ഭാരതത്തെ വെട്ടിമുറിക്കുന്നതിന് മുമ്പ് എന്നാണ്. നമ്മുടെ രാജൻ ബാബു, രാജേന്ദ്ര പ്രസാദിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞത്, ഭാരതം ഒരു ദിവ്യ ത്രികോണമാണ്. ഭവ്യമായ, ദിവ്യമായ, ദൈവികമായ ശക്തി ഘനീഭവിച്ച ഒരു മൃണ്മയ രൂപമാണ് ഭാരതം. അതിനെ വെട്ടിമുറിക്കുക സാധ്യമല്ല എന്നാ പറഞ്ഞത്. അതൊരു ഫണ്ടാസ്റ്റിക് നോൺസെൻസ് എന്നാണ് മറ്റു ചില നേതാക്കന്മാർ പറഞ്ഞത്. അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷേ കാലം പോകെ പോകെ നമ്മൾ തിരിച്ചറിയുകയായിരുന്നു, ഇസ്ലാമിക ഗുണ്ടായിസത്തിന്റെ, ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഭീഷണിപ്പെടുത്തലിന് മുന്നിൽ ഈ നേതാക്കന്മാർ ഒന്നൊഴിയാതെ മുട്ടുകുത്തി താണു വീണ് കേണ് മാപ്പപേക്ഷിച്ച് ഭാരതത്തെ വെട്ടിമുറിച്ചു. ആ വെട്ടിമുറിക്കലിലൂടെ സംഭവിച്ചത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവഹാനിയാണ്. കോടാനുകോടി റുപ്പികയുടെ നഷ്ടമാണ്. ഭാരതത്തിന്റെ എക്കാലത്തെയും ഉയർച്ചയ്ക്ക്, മുന്നോട്ടുള്ള പോക്കിന് ഒരു വലിയ പിന്നോട്ടടിയാണ്, ഒരു വലിയ ആഞ്ഞടിയാണ് അതിൻ്റെ ഈ വിഭജനം കൊണ്ട് സംഭവിച്ചത്. അതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു, ആരുടെ പിഴവാണ് എന്ന് ഓർക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് കേന്ദ്ര ഭരണകൂടം
ഈ ദിനത്തെ വിഭജനത്തിന്റെ ദുരന്തത്തിന്റെ ദിനമായി ആചരിക്കുകയും അത് ഓർക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്. അതെ, ശ്രീ നന്ദകുമാർ, നമുക്കറിയാം താങ്കൾ പറഞ്ഞതുപോലെ അതെന്തുകൊണ്ട് സംഭവിച്ചു, ആരുടെ പിഴവാണ് എന്നുള്ളത് ഇന്നത്തെ തലമുറ കൂടി മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. പക്ഷേ നമ്മൾ അന്നത്തെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഭാരതത്തെ വെട്ടിമുറിക്കുക, വിഭജിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ ആ കുതന്ത്രം അവർ അതിൻ്റെ വിത്തുപാകി മതത്തിൻ്റെ കൂടി ചേരുവ കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ ഭാരതത്തെ ഇനിയും കലാപകലുഷിതമാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ അത്തരമൊരു നീക്കം അന്ന് നടത്തിയത്? അതിന് ഇരകളാകപ്പെടുകയോ അല്ലെങ്കിൽ ആ ഒരു അവരുടെ കുതന്ത്രത്തിന് വഴങ്ങപ്പെടുകയോ ചെയ്യുകയായിരുന്നോ നമ്മുടെ ഭാരതത്തിനകത്തുള്ള ചില നേതാക്കന്മാരും? അതോ കൃത്യമായി പറയുകയാണെങ്കിൽ ഭരണക്കൊതി തന്നെയാണോ അതിലേക്ക് നയിച്ചത്? ഒന്നും അറിയാത്ത ആളുകളൊന്നും ആയിരുന്നില്ല നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക്. അവർക്കെല്ലാം അറിയാമായിരുന്നു. ഭാരതത്തെ വിഭജിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കുതന്ത്രങ്ങൾ മെനയുമ്പോൾ അത് ആ ഘട്ടത്തിൽ തന്നെ നേരിട്ടെതിർത്ത് പരാജയപ്പെടുത്താനുള്ള കെൽപ്പ് ഭാരതത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ കരുത്തും ആ നട്ടെല്ലിൻ്റെ ഉള്ള ഊക്കും ഇല്ലാതെ പോയത് നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കാണ്. അതുകൊണ്ട് നമുക്ക് ബ്രിട്ടീഷുകാരെ മാത്രം കുറ്റം പറയുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന ഒരു വലിയ നീതികേടാണ്. ഭാരത വിഭജനമെന്ന ദുരന്ത നാടകത്തിൽ പ്രധാനമായും 4 വില്ലന്മാരുണ്ടായിരുന്നു എന്ന് വേണം ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഒന്നാമത്തെ വില്ലൻ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. കൊളോണിയൽ അതിമോഹം എന്നത് വിഭജിച്ചു ഭരിച്ചുകൊണ്ട് എല്ലാം നേടിയെടുക്കുക എന്ന അവരുടെ മോഹം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാരൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്നാണ്. വിഭജിച്ചു ദുർബലരാക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നത്. അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഭാരതത്തിലും നടപ്പിലാക്കാൻ 905 മുതലേ അവർ ശ്രമിച്ചിരുന്നു. ബംഗാൾ വിഭജനം ഭാരത വിഭജനത്തിന്റെ ഒരു റിഹേഴ്സലായിരുന്നു. പക്ഷെ ആ 905 ബംഗാൾ വിഭജനം അവർ പരീക്ഷിച്ചു നോക്കിയപ്പോൾ ഭാരതത്തിന്റെ അന്തരാത്മാവിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട ഭാരതീയർ മതവും ജാതിയും വർഗവും ഭാഷയും ഒക്കെ മറന്ന് ഒറ്റക്കെട്ടായി നിന്ന് ആ ബംഗാൾ വിഭജനത്തെ ചെറുത്തു തോൽപ്പിച്ചു. വന്ദേ മാതരം എന്ന പഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിച്ചുകൊണ്ട്, ഭഗവ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രക്ഷാബന്ധനം ആഘോഷിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലെ ഐക്യം, നമ്മുടെ ഇടയിലെ ഒരുമ അവർ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഭാരതത്തിന്റെ സ്വത്വം, തനിമ, ഹിന്ദുത്വത്തെ ആധാരമാക്കിക്കൊണ്ട്, ഹിന്ദു എന്ന് ഞാൻ പറയുമ്പോൾ അത് കേവല മതത്തെ കുറിക്കുന്ന ശബ്ദമല്ല, അതിനപ്പുറത്ത് ഭാരതത്തിന്റെ സെൽഫ് ഹുഡ് അല്ലെങ്കിൽ സ്വത്വത്തെ കുറിക്കുന്ന പദമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊരുതിയപ്പോൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ശക്തമായ ഒരു സംഘർഷം പടുത്തുയർത്തിയപ്പോൾ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങേണ്ടി വന്നു. ആ കാലഘട്ടം നാം ഓർക്കണം. ബ്രിട്ടൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി വിരാജിക്കുന്ന കാലം. എതിരിടാൻ ആരുമില്ലാത്തവണ്ണം ലോകത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാക്കി മാറ്റി ഭരിക്കുന്ന ആ കാലത്ത് ഭാരതീയർ ഒരു തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അത്രയേറെ പ്രാമുഖ്യമൊന്നും ഇല്ലാതിരുന്ന കാലം. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പോലും ഭാരതത്തിന്റെ എത്ര ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു 905-നും 912-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ? കോൺഗ്രസിന് ഒരു പാൻ ഭാരത അല്ലെങ്കിൽ ഒരു അഖില ഭാരതീയ സ്വരൂപം പോലും കൈവന്ന് കഴിഞ്ഞിരുന്നില്ല. എന്നാലും ഭാരതീയർ ഒറ്റക്കെട്ടായി നിന്ന് പൊരുതുവാനുള്ള ആത്മശക്തിയെ സഞ്ചയിപ്പിച്ചു. അതിനവർക്ക് പ്രേരണയായി നിന്നത് ഭാരതത്തിന്റെ ആത്മാവാണ്, ഭാരതത്തിന്റെ സ്വത്വമാണ്. ആ പോരാട്ടം വിജയിച്ചു. എന്നാൽ 947 ആയപ്പോൾ നാം ആലോചിക്കണം, 905 അതിശക്തമായിരുന്ന ബ്രിട്ടൻ 947 ആയപ്പോഴേക്കും 2 ലോകമഹായുദ്ധങ്ങളിലും പങ്കെടുത്ത് യുദ്ധത്തിൽ സാങ്കേതിക വിജയം നേടിയെങ്കിലും ശരിയായ അർത്ഥത്തിൽ തൊപ്പിയിട്ടുപോയ ബ്രിട്ടൻ, തകർന്നുപോയ ബ്രിട്ടൻ, സാമ്പത്തികമായി തകർന്നുപോയ ബ്രിട്ടൻ, ഒരു യുദ്ധം കൂടി ചെയ്യാനുള്ള കരുത്തില്ലാത്ത അവസ്ഥയിലേക്കും വീണുപോയ ബ്രിട്ടൻ ഒരു ഭാഗത്ത്. എന്നാൽ ഭാരതത്തിലാകട്ടെ ഭാരതമാസകലം ശക്തമായ ദേശീയ പ്രസ്ഥാനം ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ബ്രിട്ടനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തിൽ അണിചേർന്ന് കഴിഞ്ഞിരുന്നു. ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ
മതത്തിന്റെ പേരിലുള്ള വിഭജനം കൊണ്ടുവരാനുള്ള മുസ്ലിം ലീഗിന്റെ ശ്രമത്തെ എല്ലാവരും ചേർന്ന് പരാജയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഭാരത വിഭജനത്തെ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. ബ്രിട്ടീഷുകാർ എത്ര തന്നെ വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രം പയറ്റാൻ ശ്രമിച്ചാലും ആവർത്തിക്കട്ടെ, മതം മറന്നുകൊണ്ട് മതവെറിയുടെ ഭാഷ പറയുന്ന മുസ്ലിം ലീഗിനെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ദേശീയ ജനതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യവും അന്നുണ്ടായിരുന്നു. പക്ഷേ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ആവശ്യമായിരുന്നത് വിഭജിത ഭാരതമെങ്കിൽ വിഭജിത ഭാരതം, ഡൽഹി മാത്രമെങ്കിൽ ഡൽഹി, ഇനി ചെങ്കോട്ട മാത്രമെങ്കിൽ ചെങ്കോട്ട, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി കസേര മാത്രമെങ്കിൽ അത് മാത്രം കിട്ടിയാലും തൃപ്തിയാവുന്ന ഒരവസ്ഥയിലേക്ക് വീണുപോയിരുന്നു നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ. അതാണ് രണ്ടാമത്തെ വില്ലന്മാർ, കോൺഗ്രസ്സുകാർ, അധികാരമോഹികളായ കോൺഗ്രസ്സുകാർ. ഗാന്ധിജിയുടെ മോഹത്തെയും ആഗ്രഹത്തെയും പോലും ചവിട്ടി അരച്ചുകൊണ്ട് ഭാരതമെന്ന ആ മഹത്തായ നമ്മുടെ അമ്മയെ വെട്ടിമുറിക്കാൻ കൂട്ടുനിന്ന അധികാരമോഹികളായ കോൺഗ്രസ്, അത് രണ്ടാമത്തെ വില്ലന്മാരാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വില്ലന്മാർ ശരിക്കും നോക്കിയാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറെക്കുറെ ഭാരതത്തിൽ പല ഭാഗത്തും സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. താത്വികമായി വൈചാരികമായി തങ്ങൾ എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ആ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ഈ ഭാരത വിഭജനത്തിനു വേണ്ടി പരിശ്രമിക്കാനുള്ള ഇസ്ലാമിക വർഗീയവാദികളുടെ ശ്രമത്തിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും കൊടുക്കുകയായിരുന്നു. എല്ലാവിധത്തിലുള്ള പിന്തുണയും. ഇസ്ലാം മതന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരേ ഒരു ഉപായമേ ഉള്ളൂ, അത് വിഭജനമാണ് എന്ന് പറയുകയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ആ കാര്യം നടത്താൻ വേണ്ട കരുത്ത് മുസ്ലിം ലീഗിന് ഇല്ല എന്ന് തോന്നിയപ്പോൾ മുസ്ലിം ലീഗിന് ഗ്രാമാന്തരങ്ങളിൽ ആളെ കൊടുത്ത് സഹായിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. ഇസ്ലാമിക കമ്മ്യൂണിസ്റ്റ് അച്ചുതണ്ട് രൂപപ്പെടുന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി കാണാം. അങ്ങനെ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ, അതിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന PC ജോഷി എഴുതിയ കുപ്രസിദ്ധമായൊരു പത്രാധിപ കുറിപ്പുണ്ട്. ഭാരത വിഭജനത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് പരിശ്രമിക്കുമ്പോൾ അതിനോട് അരുനിൽക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം തയ്യാറായിക്കൊണ്ടിരുന്നപ്പോൾ മുസ്ലിം ലീഗിന് കരുത്തു പകരാൻ വേണ്ടി എഴുതിയതുപോലെയുള്ള ഒരു പത്രാധിപ കുറിപ്പ് അദ്ദേഹം അന്ന് പീപ്പിൾസ് വാറിൽ എഴുതിയത്, മുൻ പേജിൽ പേര് വെച്ചെഴുതിയ പത്രാധിപ കുറിപ്പിൽ പറഞ്ഞത്, പാകിസ്ഥാൻ ഈസ് ആൻ ഇൻഅലിയനബിൾ പാർട്ട് റൈറ്റ് ഓഫ് മുസ്ലിംസ് ആസ് ഫ്രീഡം ഈസ് റൈറ്റ് ഓഫ് അസ് ഓൾ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ അനന്യമായ അധികാരമാണ് മുസ്ലിങ്ങൾക്ക്, ഒരാൾക്കും അന്യമാക്കാൻ കഴിയാത്ത അവകാശമാണ് പാകിസ്ഥാൻ ഉണ്ടാക്കുക എന്ന് പറയുവാനുള്ള ധിക്കാരം, എന്ന് പറയുവാനുള്ള ദേശവിരുദ്ധ മനോഭാവം പ്രകടിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാര് അവരതിലെ മൂന്നാമത്തെ വില്ലന്മാരാണ്. നാലാമത്തെ വില്ലന്മാര് തീർച്ചയായിട്ടും ഭാരതത്തെ വിഭജിക്കാൻ മതത്തെ ഉപയോഗിച്ച, മതവെറിയെ ഉപയോഗിച്ച, മതവർഗീയവാദത്തെ ഉപയോഗിച്ച ഇസ്ലാമിക ശക്തികൾ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന. മുസ്ലിം ലീഗാണ് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടെന്ന് മുന്നോട്ട് വന്നത്. അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും, തീർച്ചയായിട്ടും ഭാരതമെന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരും ചെയ്തത്. ഈ 4 വില്ലന്മാരും ചേർന്നാണ് ഭാരതമാതാവിനെ വെട്ടിമുറിക്കുന്ന ആ മഹാപാതകം ചെയ്തത്. നന്ദേട്ടാ, മതത്തിന്റെ പേരിൽ ഭാരതത്തെ അങ്ങനെ വെട്ടിമുറിച്ചപ്പോൾ അതൊരു കറുത്ത ഏടായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വിഭജന ഭീതി അനുസ്മരണ ദിനം ആചരിക്കേണ്ടതില്ല എന്ന് ശഠിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴുമുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണ്? അതേ ലക്ഷ്യമാണ് രോഹിണി, നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അതേ വിഷയം തന്നെയാണ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതേ 4 കൂട്ടരുമാണ് ഭാരതത്തിന് പുറത്തു നിന്ന് വ്യാപാര ശക്തികളുടെ പേരിൽ മുതലാളിത്ത ശക്തി ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ചേർന്ന് ഭാരതത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവരും ഭാരതത്തിന്റെ ഉള്ളിൽ നിന്ന് കപട മതേതരവാദികളായ കോൺഗ്രസ്സുകാർ ഭാരതത്തെ ദുർബലപ്പെടുത്താൻ ആവർത്തിച്ച് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സമീപകാല സംഭവങ്ങൾ അക്കമിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഏതൊരു അറ്റം വരെ പോയിട്ടായാലും ഭാരതത്തെ തകർക്കുക, ഭാരതത്തെ വിഭജിക്കുക, ഭാരതത്തെ ദുർബലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിനും ഇന്നും ഉള്ളത്. അതുകൊണ്ടാണ് കോൺഗ്രസും ഈ ഭാരത വിഭജനത്തെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തത്. അത് വീണ്ടും ഓർത്തെടുക്കുന്നെങ്കിൽ അവരുടെ പങ്കാളികളായ ചില കൂട്ടർക്ക് ദുഃഖമുണ്ടാകും, അത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ ബാധിക്കും എന്നവർ ഭയക്കുകയാണ്. അങ്ങനെ കോൺഗ്രസ്, അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവർ ചെയ്തു കൂട്ടിയ ആ പാപത്തിൽ നിന്ന് ഇനിയും മോചനം കിട്ടിയിട്ടില്ല. അതവരെ പിന്തുടരുകയാണ്, ഒരു ഭൂതാവേശം പോലെ അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ചെയ്ത ആ പാപത്തിന്റെ നിഴല്. ഭാരതത്തെ വെട്ടിമുറിക്കാൻ ആവശ്യമായ താത്വിക പിന്തുണ ഇസ്ലാമിക ഭീകരവാദികൾക്ക് കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്നും അത് ചെയ്യേണ്ട ബാധ്യത വന്നു ചേരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെയ്തു കൂട്ടിയ മഹാപാതകത്തിന്റെ ആ നിഴല് അതൊരു ഭീകര പിശാചിന്റെ രൂപം പൂണ്ടെന്ന വണ്ണം അവരെ ആവേശിക്കുകയാണ്. അങ്ങനെ ഭാരതത്തിന് പുറത്തുള്ള മുതലാളിത്ത ശക്തികൾ, ആഗോള വ്യാപാര ശക്തികൾ, ജോർജ് സോറോസിനെയൊക്കെ പോലെ ഭാരതത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളുടെ പണം വാങ്ങിക്കൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇസ്ലാമിക ശക്തികളും വീണ്ടും ഒരുമിക്കുകയാണ് മറ്റൊരു ഭാരത വിഭജനത്തിന് വേണ്ടി. അന്ന് ആരൊക്കെയാണോ ഭാരത വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയത്, അതേ കൂട്ടരല്ലേ ഇന്ന് സ്കൂളുകളിലോ കോളേജുകളിലോ ഇത് അനുസ്മരിക്കരുത് എന്ന് പറയുന്നത്? അനുസ്മരിക്കാൻ ഏതെങ്കിലും ദേശീയവാദി തയ്യാറായാൽ അതിനെതിരെ ശാരീരികമായി നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത്? ഇവരുടെ ഉന്നം ഒന്നു മാത്രമാണ്, ഭാരതത്തിൽ വീണ്ടും ഒരു വിഭജനം കൂടി നടക്കണം, ഒന്നല്ല അനേകം വിഭജനങ്ങൾ നടത്തി ഭാരതത്തെ ദുർബലപ്പെടുത്തണം എന്ന ആഗ്രഹം മാത്രമാണ് ഇവർക്കുള്ളത്. അതിനാണ് അവർ ഭാരതത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ എതിർക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഭാരതത്തിന്റെ അഭിമാനമായ ലോകൈക ശക്തിയായ നമ്മുടെ സൈന്യത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ഭരണഘടനയെ അപമാനിക്കാൻ ശ്രമിക്കുന്നത്, ജനാധിപത്യ തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, മൊത്തത്തിൽ ഭാരതത്തിലെമ്പാടും അവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി, പരസ്പര അവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിശ്രമങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഉന്നം ആവർത്തിക്കട്ടെ, ഒന്നു മാത്രമാണ്, ഭാരതത്തെ വീണ്ടും ഒരു വിഭജനത്തിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുക. അതെ, വളരെയധികം നന്ദി നന്ദേട്ട, ഇത്രയും തിരക്കിനിടയിലും ഞങ്ങളോടൊപ്പം സമയം ചിലവഴിച്ചതിന്. നമസ്തേ. നമസ്തേ. വിഭജന ഭീതി അനുസ്മരണ ദിനമായ ഇന്ന് രാഷ്ട്രവിഭജനം വരുത്തിവെച്ച പ്രത്യാഘാതത്തെ പറ്റിയാണ് നമ്മളോടൊപ്പം പ്രജ്ഞാപ്രവാഹ ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ വിശേഷങ്ങൾ പങ്കുവച്ചത്. കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഇരു സർവകലാശാലകളിലും സ്ഥിരം VCമാരെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീംകോടതി രൂപീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പേരുകൾ ഇന്ന് കോടതിയിൽ സംസ്ഥാനവും ഗവർണറും സമർപ്പിക്കും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് S നന്ദഗോപനും തിരുവനന്തപുരത്ത് നിന്ന് S ശാലിനിയും ചേരുന്നു. ആദ്യം നമുക്ക് നന്ദനിലേക്ക് പോകാം. നന്ദൻ, ഇന്ന് കേരളത്തിലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും തുടർ നടപടികളെന്നാണ് മനസ്സിലാക്കേണ്ടത്? രോഹിണി, സർക്കാരിന് മേൽക്കൈയുള്ള ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സ്ഥിരം VCമാരെ നിയമിക്കുവാനുള്ള പിണറായി സർക്കാരിൻ്റെ നീക്കത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ഇന്നലെ കോടതിയിൽ നിന്നുമുണ്ടായ ഒരു സമീപനം. കോടതി വ്യക്തമാക്കിയത് ഗവർണറുമായി യോജിച്ചു പോകുവാൻ വേണ്ടി സർക്കാർ ഒരു തരത്തിലും തയ്യാറാകുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് രൂപീകരിക്കുകയാണ് എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ ഈ ഒരു നീക്കത്തെ ശക്തമായി തന്നെ എതിർത്തു. എന്നാൽ ഒരു തരത്തിലും വിദ്യാർത്ഥികളുടെ ഭാവി കൂടി കണക്കിലെടുത്ത് ഈ ഒരു വിഷയത്തിൽ ഇരുഭാഗവും ഗവർണറും സർക്കാരും സമീപനം പാലിക്കണമെന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയതാണ്. ആ നിലപാട് തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ഈ ഒരു വിഷയത്തിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അന്തിമമായൊരു തീരുമാനം ഉടൻ വേണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആവശ്യം, അതായത് സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് രൂപീകരിക്കും എന്നുള്ള അത്തരമൊരു നീക്കത്തെ സർക്കാർ അനുകൂലിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് 4 പേരുകൾ വീതം നൽകുവാൻ വേണ്ടി ഗവർണർ
ഗവർണർക്കും അതേപോലെ തന്നെ സർക്കാരിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഈ 2 പേരെ വീതം സെലക്ട് ചെയ്ത് UGCയുടെ ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 5 അംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുകയായിരിക്കും ഇന്നിപ്പോൾ കോടതി ചെയ്യുക. ഇന്ന് തന്നെ പേരുകൾ നൽകണമെന്നുള്ള നിർദ്ദേശമായിരുന്നു ഇന്നലെ കോടതി നൽകിയിരുന്നത്. അതേസമയം തന്നെ സ്ഥിര നിയമനം, അതായത് സ്ഥിര VCമാരെ നിയമിക്കുവാനുള്ള ഒരു അധികാരം ഗവർണറിലേക്ക് തന്നെ നിക്ഷിപ്തമാകുമെന്നുള്ള ഒരു വീക്ഷണമാണ് ഇതിലൂടെ നിയമവിദഗ്ധരും മറ്റും നടത്തുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന വാദം എന്നുള്ളത് UGC ചട്ടപ്രകാരം സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ് എന്നുള്ളതായിരുന്നു. എന്നാൽ 2018 UGC ചട്ടപ്രകാരം സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്നുള്ളത് നിഷ്കർഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഗവർണർക്കോ അല്ലെങ്കിൽ കോടതിക്കോ ഇതിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നതിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായി. ഈ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കോടതി തീരുമാനിച്ചത്. നേരത്തെ പശ്ചിമ ബംഗാളിൽ വെസ്റ്റ് ബംഗാൾ സർവകലാശാലയിലും സമാനമായ ഒരു അവസ്ഥയുണ്ടായപ്പോൾ അന്നും സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചത് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ്. ഇന്നും സമാനമായ രീതിയിൽ കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ സ്ഥിരം VCമാരെ നിയമിക്കുവാൻ വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതി തന്നെ രൂപീകരിക്കും. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണം അല്ലെങ്കിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി തന്നെ മുന്നോട്ടിറങ്ങിയത് അത് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്ഥിര VCമാരെ നിയമിക്കുവാൻ വേണ്ടി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുവാൻ വേണ്ടി സർക്കാർ നടത്തിയ ഓർഡിനൻസ് അല്ലെങ്കിൽ അത്തരമൊരു നീക്കം ഇവിടെ അസാധുവാകുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി നിലനിൽക്കുന്നു. ശരി നന്ദൻ, തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി കൂടി ചേരുന്നുണ്ട്. ശാലിനി, ഇന്ന് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? കാരണം സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന സെർച്ച് കമ്മിറ്റിക്ക് മാത്രം ഉണ്ടായിരുന്ന അധികാരമാണല്ലോ സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം ഇല്ലാതാകുന്നത്. അതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം? രോഹിണി, തീർച്ചയായും. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ സെർച്ച് കമ്മിറ്റി രൂപീകരണം, ഒപ്പം തന്നെ സംസ്ഥാനത്തെ VCമാരുടെ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ കൈപ്പിടിയിലൊതുക്കാൻ സർക്കാർ ശ്രമം ആരംഭിച്ചിട്ടത് സർവകലാശാല നിയമ ഭേദഗതി ബില്ലടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ കൊണ്ടുവന്നതാണ്. അത് ആദ്യം ഓർഡിനൻസ്, പിന്നീട് അത് ബില്ലായി രാജ്ഭവനിലേക്ക് എത്തുന്നു. രാജ്ഭവൻ അത് നേരെ രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കുന്നു. അത് ഒരു രീതിയിലും തീരുമാനമാകാത്തൊരു സാഹചര്യത്തിൽ പിന്നീട് അടുത്തൊരു ഓർഡിനൻസുമായി സർക്കാർ വീണ്ടും വരികയാണ്. ആ ഓർഡിനൻസുമായി ബന്ധപ്പെട്ടത് രാജ്ഭവനിലെത്തി അത് ഒപ്പിടുന്നത് അടക്കമുള്ള നടപടികൾ ഗവർണർ പരിശോധിച്ചു വരുന്നൊരു സാഹചര്യം. ഒപ്പിടില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങളടക്കം കോടതിയിലേക്ക് എത്തിയതും സുപ്രീം കോടതി ഇന്നലെ കൃത്യമായ നിരീക്ഷണം ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്തത്. മുൻപ് ഉണ്ടായ നിയമനങ്ങൾക്ക് സമാനമായി തന്നെ VC നിയമനം ഇനി സുപ്രീം കോടതി നിശ്ചയിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ കീഴിലായിരിക്കും എന്നുള്ളൊരു സുപ്രധാന തീരുമാനത്തിലേക്കാണ് സുപ്രീം കോടതി ഇന്നലെ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യൂണിവേഴ്സിറ്റിയോടും ഒപ്പം തന്നെ പ്രധാനമായും രാജ്ഭവനോടും കൂടാതെ തന്നെ സർക്കാരിനോടും അവരുടെ പ്രതിനിധികൾ ആരൊക്കെയാണ് എന്ന രീതിയിൽ 4 അംഗ പ്രതിനിധികളെ നൽകാനായി ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും രാവിലെ 11 മണിയോടുകൂടി കേസ് പരിഗണനയ്ക്ക് വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സുപ്രീം കോടതി VC നിയമനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹൈക്കോടതിയിലടക്കം സർക്കാർ കയറിയിറങ്ങി ഗവർണർക്കെതിരെയായ ഒരു വിധി ഉണ്ടാക്കുന്നു. സ്വാഭാവികമായും VC നിയമനം കൈപ്പിടിയിലാകുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. കേരള സാങ്കേതിക സർവകലാശാല, ഒപ്പം തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള സർവകലാശാലകളിലെ നിയമനം, അതായത് പ്രധാനമായും ഡിജിറ്റൽ സർവകലാശാലയിലെ VCയായി, താൽക്കാലിക VCയായി ഡോക്ടർ സിസ തോമസ് തുടരാനും, കൂടാതെ തന്നെ സാങ്കേതിക സർവകലാശാല VCയായി ഡോക്ടർ ശിവപ്രസാദ് തുടരാനും ഈ 2 തീരുമാനങ്ങൾ നിർണായകമായി രാജ്ഭവനിൽ നിന്ന് എടുത്ത സാഹചര്യത്തിൽ കൂടിയാണ് അതിനെതിരെ എങ്ങനെ പോകാമെന്നുള്ളൊരു തീരുമാനം സർക്കാർ എടുക്കുകയും നിയമോപദേശം തേടുകയും ഒക്കെ ചെയ്യുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് സുപ്രധാനമായ നീക്കങ്ങൾ സുപ്രീം കോടതിയിൽ നടക്കാൻ പോകുന്നത്. അങ്ങനെ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ തന്നെ ആ ഒരു ഗവർണർ നൽകുന്ന പട്ടികയിൽ അല്ലെങ്കിൽ പ്രാമുഖ്യം നൽകിക്കൊണ്ടൊരു വിധി ആയിരിക്കും വരിക എന്നുള്ളതിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ക്ഷീണമാകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് 14 സർവകലാശാലകളിലെയും VC നിയമനം തങ്ങളുടെ കീഴിലാക്കണം, മുഖ്യമന്ത്രി അതിന്റെ അധിപനാക്കണം എന്നുള്ള തീരുമാനത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷ സർക്കാർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒപ്പം തന്നെ മന്ത്രിമാർ അടക്കമുള്ളവർ അതിന് കോപ്പ് കൂട്ടുകയും ചേർന്നു. പക്ഷെ അതൊന്നും നടക്കാതെ വന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതി വഴി ഇങ്ങനൊരു ശ്രമം നടത്താൻ പോകുന്നത്. അതും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും ഇന്ന് തന്നെ ഗവർണർ അവരുടെ പാനൽ നൽകും. സർക്കാർ സമയം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തേക്ക് സമയം പുതുക്കി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ UGC പ്രതിനിധി അടക്കമുള്ളവർ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ VCമാരുടെ നിയമനത്തിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് കടക്കുക. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനം ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരും. അത് സർക്കാരിന് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഈ സാഹചര്യത്തിൽ. രോഹിണി.
BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. പുനഃസംഘടിപ്പിച്ച കോർ കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് എറണാകുളം YMCA ഹാളിൽ ഇന്ന് രാവിലെ 11-ന് നടക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ തുടങ്ങിയവർ കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കും. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, BJP സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിന്മേലാകും ചർച്ച വരിക? രോഹിണി, സംസ്ഥാന BJP ഭാരവാഹികൾ അതിൽ പുനഃസംഘടന വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കോർ കമ്മിറ്റി യോഗം എന്നുള്ള പ്രത്യേകതയുണ്ട്. അത് മാത്രമല്ല, രാജ്യസഭാംഗമായിട്ട് C. സദാനന്ദ മാസ്റ്ററെ സത്യപ്രതിജ്ഞ ശേഷമുള്ള ആദ്യ യോഗം എന്നുള്ള ഒരു പ്രത്യേകത കൂടി നിലനിൽക്കുന്നുണ്ട്. എറണാകുളം YMCA ഹാളിലാണ് BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നത്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ, സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ജോർജ് കുര്യൻ, സുരേഷ് ഗോപി എന്നിവർ നിലവിൽ ജില്ലയിലുണ്ട്. ഇവരും അതോടൊപ്പം തന്നെ ഈ കോർ കമ്മിറ്റി ചുമതലയുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, മറ്റ് കോർ കമ്മിറ്റി അംഗങ്ങൾ, ജനറൽ സെക്രട്ടറിമാർ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ ഇവരൊക്കെ തന്നെയാണ് ഈ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുക. പ്രധാനമായിട്ടും ഈ കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുക സംഘടനാ പ്രവർത്തനങ്ങൾ ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം, അതോടൊപ്പം തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഏത് പ്രകാരം ചെയ്യണം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി രൂപീകരണം ആയിരിക്കും ഈ കോർ കമ്മിറ്റി യോഗം ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, കേരളത്തിൽ മിക്ക ഇടങ്ങളിലും പഞ്ചായത്തുകൾ, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ വിജയസാധ്യതയുള്ള, അതോടൊപ്പം തന്നെ BJP ഭരിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടങ്ങളിലെ പ്രവർത്തനം ഏത് വിധത്തിൽ മെച്ചപ്പെടുത്തണം, അതോടൊപ്പം തന്നെ ഇനി വിജയസാധ്യത കൂടുതലായി നിലനിൽക്കുന്ന ഇടങ്ങളിൽ അവിടെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ടുള്ള പദ്ധതികൾ, ഇതൊക്കെ തന്നെയായിരിക്കും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയാകുക. ഈ വിവാദങ്ങളൊക്കെ കത്തി നിൽക്കുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം എറണാകുളത്ത് സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ തന്നെ നേതാക്കന്മാർ മറുപടി നൽകുമെന്ന ഒരു പ്രതീക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും രാവിലെ 10 മണിക്കാണ് എറണാകുളം YMCA ഹാളിൽ BJPയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം നടക്കുക. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. ജമ്മുകശ്മീരിൽ ശുദ്ധികലശം തുടർന്ന് കേന്ദ്ര സർക്കാർ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ആയുധമെടുത്ത മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളെയും ആഴിക്കുള്ളിലാക്കാൻ പ്രത്യേക അന്വേഷണം ഊർജിതമാക്കി. കശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കുരുതിയിൽ പുനരന്വേഷണം ആരംഭിച്ചതോടെ ഭീകരതയുടെ അവസാനത്തെ കണ്ണിയും മുറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമം. വിശദാംശങ്ങളുമായി S. നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ജമ്മു കശ്മീരിൽ ശുദ്ധകലശം തുടർന്ന് കേന്ദ്ര സർക്കാർ നീങ്ങുമ്പോൾ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ആയുധമെടുത്ത മുഴുവൻ ഭീകരവാദികളെയും അഴിക്കുള്ളിലാക്കാൻ തന്നെയാണോ അന്വേഷണം ഊർജിതമാക്കാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നത്? രോഹിണി, ഇസ്ലാമിക തീവ്രവാദികളുടെ തിട്ടൂര പ്രകാരം അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ്, അവരെ കശ്മീരി പണ്ഡിറ്റുകളെ ഭീഷണിപ്പെടുത്തിയും കൊലപ്പെടുത്തിയും അവർ നടത്തിയ വേട്ടയാടൽ, ആ വേട്ടയാടൽക്ക് കാലം കണക്ക് ചോദിക്കുകയാണ്. 30-35 വർഷങ്ങൾക്ക് ശേഷം ഈ നടന്ന കൊലപാതക പരമ്പരകളുടെ അന്വേഷണത്തിലേക്ക് പ്രത്യേക ഏജൻസി കടന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനായി പ്രത്യേക ഏജൻസിയെ നിയോഗിച്ചിരുന്നു. ആ ഏജൻസി ഇപ്പോൾ ഈ കൊലപാതകങ്ങൾ ഓരോന്നായി അന്വേഷിച്ചു വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം സരള ഭട്ടിൻ്റെ കൊലപാതകമാണ്. സരള ഭട്ട് ഒരു കശ്മീരി പണ്ഡിറ്റായിട്ടുള്ള അവിടുത്തെ ഗവൺമെൻറ് നേഴ്സായിരുന്നു. അവരോട് ജോലി രാജിവെച്ച് നാട് വിടണമെന്നുള്ള ആവശ്യം ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അവരതിന് കൂട്ടാക്കിയില്ല. അതിന് പ്രതികാരമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചെയ്തത് ഇവരെ ഹോസ്റ്റലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി ഒടുവിൽ അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൊല ചെയ്ത ശേഷം അവരെ തെരുവിൽ ഉപേക്ഷിച്ചു. അങ്ങനെ നിരവധി കൊലപാതകങ്ങൾ. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട യാസിൻ മാലിക് എന്നുള്ള ഒരു ഭീകരവാദിയെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാളുടെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു. മാത്രമല്ല, മക്ബൂൽ ഭട്ട് എന്നുള്ള ഒരു ഇസ്ലാമിക ഭീകരവാദിയെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ച നീലഗഡ്ഡ ഗഞ്ചു എന്നുള്ള ഒരു ജഡ്ജ്, അദ്ദേഹം വിരമിച്ച ശേഷം അദ്ദേഹത്തെ 1989 നവംബർ 4-നാണ് ശ്രീനഗറിൽ വെച്ച് പട്ടാപ്പകൽ അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുന്നത്. ഈ കേസിലും യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്ന് പറഞ്ഞ് കശ്മീർ പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചതാണ്. ഇപ്പോൾ ഈ കേസിലും പ്രധാനമായും ഇപ്പോൾ അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ BJP നേതാവ് ടിക്കാലാൽ തപ്ലുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഈ കേസിലും യാതൊരുവിധ തെളിവുകളുമില്ല, പ്രതികൾ ആരെന്ന് പോലും അറിഞ്ഞുകൂടാ എന്നായിരുന്നു കശ്മീർ പോലീസ് FIR-ൽ എഴുതി വെച്ചിരുന്നത്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് JKLF നേതാവ് പീർ നൂർ
നൂർ എന്നുള്ള ആളെ ഇതിനോടകം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇയാളുടെ വീട്ടിലടക്കം പരിശോധന നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ കശ്മീരി പണ്ഡിറ്റുകളെ ഏതാണ്ട് 20-ലധികം കശ്മീരി പണ്ഡിറ്റുകളെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി പേരുടെ അറസ്റ്റും രേഖപ്പെടുത്തുന്നുണ്ട്. 1998 ഈ സംഭവം ഉണ്ടായത്. ശ്രീനഗറിൽ നിന്നും 20 കിലോമീറ്റർ അകലെയുള്ള ഗാണ്ടർബാൽ ഗ്രാമത്തിൽ വെച്ചായിരുന്നു കൊലപാതകം നടത്തിയത്. ആ കൊലപാതകത്തിൽ ഏതാണ്ട് 20-ലധികം കശ്മീരി പണ്ഡിറ്റുകളെയാണ് കൊലപ്പെടുത്തിയത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവരെ ചുട്ടുകൊല്ലുകയായിരുന്നു. ഇതിനും യാതൊരുവിധ തെളിവുകളും ഇല്ല എന്നുള്ളതായിരുന്നു പോലീസ് ചൂണ്ടിക്കാട്ടിയത്. ഈ വിഷയത്തിലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തുകൊണ്ട് പ്രതികളുടെ അറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ബിട്ട കരാട്ടെ എന്നുള്ള ഫാറൂഖ് അഹമ്മദ് ധാർ, ഇയാളെ കാശ്മീരിലെ കൊലപാതകി എന്നായിരുന്നു അറിയപ്പെടുന്നത്, കശ്മീരിലെ ഘാതകൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇയാൾ ഏതാണ്ട് 40-ലധികം കശ്മീരി പണ്ഡിറ്റുകളെ കൊല ചെയ്തു എന്നുള്ളതാണ് പോലീസിന് വ്യക്തമായിരുന്നത്. എന്നാൽ യാതൊരുവിധ തെളിവുകളും ഇയാൾക്കെതിരെ ഇല്ല എന്നുള്ളത് ആയിരുന്നു പോലീസ് ചൂണ്ടിക്കാണിച്ചത്. ഒരു ഘട്ടത്തിൽ ഇയാളെ മറ്റ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസിൽ BSF അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇയാളെ കോടതി 16 വർഷം ജയിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജയിൽ മോചിതനായി ഇയാൾ തിരിച്ചെത്തിയപ്പോൾ ഇയാൾ വലിയ ജനകീയ നേതാവ് എന്നുള്ള ഒരു പരിവേഷം പൂണ്ട് വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മാത്രമല്ല ഇയാളുടെ ഭാര്യയ്ക്കടക്കം തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ളത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. പോലീസും ഇതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ നടത്തിയിരുന്നു. ഇയാളുടെ ഭാര്യയടക്കം ഈ തീവ്രവാദികളുടെ പലരുടെയും ഭാര്യമാരെ ഇത്തരത്തിൽ ജമ്മു കാശ്മീരിലെ സർക്കാർ സർവീസുകളിലേക്ക് നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിലൊക്കെ തന്നെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ ഏജൻസി ഇത് ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 30-35 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതക പരമ്പരകൾ, അതിൽ തെളിവില്ല എന്ന് പറഞ്ഞ് കശ്മീർ പോലീസ് അവസാനിപ്പിച്ച കേസുകളൊക്കെ തന്നെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം റീഓപ്പൺ ചെയ്ത് അന്വേഷണ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. കശ്മീരി പണ്ഡിറ്റുകൾ അവരെ പിറന്ന നാട്ടിലേക്ക് അവരെ തിരികെ കൊണ്ടുവരണമെന്ന് മാത്രമല്ല, അവരോട് കാണിച്ച അനീതിക്ക് മുഴുവൻ ഇത്തരം ഇസ്ലാമിക തീവ്രവാദികളെ കൊണ്ട് മറുപടി പറയിക്കണം, അല്ലെങ്കിൽ അതിന് കാരണക്കാരായവരെ അഴിക്കുള്ളിലാക്കണമെന്നുള്ള ശക്തമായ നിലപാടാണ് ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ കേസുകൾ റീഓപ്പൺ ചെയ്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ അടക്കം പിടികൂടുവാൻ വേണ്ടി സാധിക്കുന്നതും. മാത്രമല്ല ഇത്തരം കേസുകളിൽ ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണ സംഘത്തെ സഹായിക്കുവാൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി ഇത്തരത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നമ്പറടക്കം പരസ്യമായി പലയിടങ്ങളിലും പതിച്ചിട്ടുണ്ട്. ഈ നമ്പറുകളിലേക്ക് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് വിവരമറിയിക്കാം. അവരുടെ പേര് വിവരങ്ങളടക്കം മുഴുവൻ രേഖകളും അല്ലെങ്കിൽ മുഴുവൻ വിവരങ്ങളും സുരക്ഷിതമാണ് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ചില ആളുകൾ കൂടി തെളിവുകൾ നൽകി തുടങ്ങിയതോടുകൂടി ഈ കശ്മീർ താഴ്വരയിൽ കശ്മീരി പണ്ഡിറ്റുകളെ ആക്രമിച്ച മുഴുവൻ ഭീകരവാദികളെയും അവരിന്ന് ജീവനോടുണ്ടെങ്കിൽ അവരെ പിടികൂടി അവരെ വിചാരണ നടപടികൾ നടത്തി അഴിക്കുള്ളിലാക്കുവാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നു. രോഹിണി. ശരി നന്ദൻ. ജമ്മു കശ്മീരിൽ ശുദ്ധികലശം തുടർന്ന കേന്ദ്ര സർക്കാർ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ആയുധമെടുത്ത മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികളെയും അഴിക്കുള്ളിലാക്കാൻ പ്രത്യേക അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. റഷ്യയും യുക്രൈനും കൈവശം വച്ചിരിക്കുന്ന ഭൂപ്രദേശങ്ങൾ പരസ്പരം കൈമാറുന്നത് സംബന്ധിച്ച് വ്ളോഡിമർ സെലൻസ്കിയുമായി ചർച്ച ചെയ്യുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ നേതാക്കളുമായുള്ള ചർച്ചയിൽ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. ഈ മാസം 15-ന് നടക്കാനിരിക്കുന്ന പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് യൂറോപ്യൻ നേതാക്കളുമായി ചർച്ചകൾ നടന്നത്. Le deuxième élément sur lequel les choses ont été très claires et exprimées ainsi par le président Trump, c'est que les questions territoriales qui relèvent de l'Ukraine ne peuvent être négociées, ne seront négociées que par le président ukrainien. Et c'est la position que nous soutenons. Elle a été très clairement exprimée par le président Trump et donc elle augure d'une réunion à venir. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ പറയൂ. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ട്രംപുമായി ഓൺലൈനിൽ സംസാരിച്ചിരുന്നു. ഓൺലൈനിൽ സംസാരിക്കുന്നതിന്റെ ഭാഗമായി ബെർലിനിലെത്തിയ വോളോഡിമർ സെലൻസ്കിയുമായും ജർമ്മൻ ചാൻസലറെല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തുകയെല്ലാം ചെയ്തിരുന്നു. ഈ യൂറോപ്യൻ യൂണിയൻ നേതാക്കളും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളുമായാണ്
ഡൊണാൾഡ് ട്രംപ് ഇന്നലെ സംസാരിച്ചത്. അതിൽ വളരെ കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കുന്നത്, ഏതെങ്കിലും ഭൂമി പരസ്പരം വിട്ടുകൊടുക്കേണ്ടത്, അതായത് പരസ്പരം കൈവശം വെച്ചിരിക്കുന്ന ഭൂമി വിട്ടുകൊടുക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയിൽ യുക്രൈന്റെ ഭാഗമാക്കി തന്നെ തീരുമാനങ്ങൾ എടുക്കുമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ സമാധാന ചർച്ചകൾക്കാണ് അല്ലെങ്കിൽ വെടിനിർത്തലിനാണ് ഏറ്റവും പ്രാധാന്യമെന്ന് വളരെ കൃത്യമായി ഇന്നലെ തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ പരസ്പരം കയ്യേറിയിരിക്കുന്ന ഭൂപ്രദേശങ്ങൾ തിരിച്ചു നൽകണമെന്നൊരു നിലപാട് ഒരു സൂചനയായി തന്നെ ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വോളോഡിമർ പുടിനും അതുപോലെ തന്നെ ട്രംപുമായുള്ള കൂടിക്കാഴ്ച നാളെ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് മുന്നോടിയായോ അല്ലെങ്കിൽ ആ ചർച്ചയുടെ ഭാഗമായോ സെലൻസ്കി ഉൾപ്പെട്ടിരുന്നില്ല എന്നൊരു പ്രശ്നം നിലനിന്നിരുന്ന പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയൻ നേതാക്കളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും ഈ പ്രശ്നത്തിൽ കൈകാര്യം ചെയ്യുന്നതിനൊരു നീക്കങ്ങൾ നടത്തുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾക്കും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷനും എല്ലാം തന്നെ ട്രംപ് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്, ഇത്തരത്തിൽ ഭൂമി പരസ്പരം കൈമാറേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് യുക്രൈന്റെ പരമാധികാരത്തെ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് തന്നെയുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നാണ് അദ്ദേഹം അറിയിച്ചത്. തീർച്ചയായും അത് ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഒരു വിഷയം തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിലും തർക്കമില്ല, സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ കാര്യമായി നടക്കും. നാളെ അത് സംബന്ധിച്ച വലിയ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നാണ് ഈ സൂചനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. പൊതുമേഖലാ സ്ഥാപനമായ കേരള അഗ്രോ മിഷനറി കോർപ്പറേഷനിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് വിവരാവകാശ രേഖ ജനം TVക്ക്. കാംകോയിൽ നിയമനം നടത്തുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രം. റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ താൽക്കാലിക നിയമനം പാടില്ലെന്ന ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ ഉത്തരവിന്റെ ലംഘനമാണ് നടത്തുന്നത്. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, കാംകോയിലാണ് ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നത്. കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് കേരള അഗ്രോ മിഷനറി കോർപ്പറേഷൻ. ഈ സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ സ്ഥാപനത്തിൽ ഈ രീതിയിലുള്ള അനധികൃതമായ നിയമനങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. പക്ഷേ ഈ റാങ്ക് ലിസ്റ്റ് പോലും പരിഗണിക്കാതെയാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുന്നത് എന്നാണ് നമുക്ക് വിവരാവകാശ രേഖ വഴി ലഭിച്ച വിവരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായി ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ ഉത്തരവിൻ്റെ ലംഘനം കൂടിയാണ്. കാരണം ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് നിലവിൽ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്താൻ പാടില്ലെന്ന കൃത്യമായ നിർദ്ദേശം ഉണ്ട്. കൃത്യമായി തന്നെ അത്തരത്തിലുള്ള ഉത്തരവുണ്ട്. ഈ ഉത്തരവിൻ്റെ ലംഘനം കൂടിയാണ് ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ഈ രീതിയിൽ നിയമനം നടത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 2023 ഓഗസ്റ്റിലാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു നിയമനവും ഇത്തരത്തിലുള്ള റാങ്ക് ലിസ്റ്റ് വഴിയുള്ള ഒരു നിയമനവും ഇവിടെ നടത്തിയിട്ടില്ല. മാത്രമല്ല, ഓരോ വർഷങ്ങളിലും കഴിഞ്ഞ 3 വർഷങ്ങളായി ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾ മാത്രമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2021 അവസാനമായി ഇവിടെയുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2019 ഇത് PSCU വഴിയുള്ള വിജ്ഞാപനം അവസാനമായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല. കൃത്യമായി പിൻവാതിൽ നിയമനങ്ങൾ ഇവിടെ നടക്കുന്നു. സ്വജന പക്ഷപാതം വലിയ രീതിയിൽ തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട് എന്ന് വിവരാവകാശ രേഖയിലൂടെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ ഭരണ വകുപ്പിൻ്റെയും ഭരണാധികാരികളുടെയും കൃത്യമായൊരു സപ്പോർട്ടുണ്ട്, ഭരണത്തിലിരിക്കുന്ന പാർട്ടികളുടെ സപ്പോർട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അത്തരത്തിലുള്ള നിയമനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരാവകാശ രേഖയിലടക്കം അത് കൃത്യമായി തന്നെ നമുക്ക് വെളിവാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വജന പക്ഷപാതം വലിയ രീതിയിൽ ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നടക്കുന്നു. അതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടിയാണ് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന കാംകോ എന്ന സ്ഥാപനത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന ഈ വിവരങ്ങൾ. എന്തായാലും കാംകോ നിലവിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ണൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കാര്യമായ ഉൽപ്പാദനം ഒന്നും ഇല്ല എന്നുള്ള വിവരവും നമുക്ക് വിവരാവകാശ രേഖയിലൂടെ വ്യക്തമാകുന്നുണ്ട്. രോഹിണി. ശരി ശിവദാസ്, പൊതുമേഖലാ സ്ഥാപനമായ കേരള അഗ്രോ മിഷനറി കോർപ്പറേഷനിലെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന വിവരാവകാശ രേഖ ജനം TVക്ക് ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. ക്രിക്കറ്റ് ആവേശത്തിൽ കേരള ക്രിക്കറ്റ് ലീഗ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമാണ് അദാനി ട്രിവാൻഡ്രം റോയൽസ്. പുതിയ സീസണിന് തയ്യാറെടുക്കുന്ന ട്രിവാൻഡ്രം റോയൽസ് ടീമിന്റെ പരിശീലകൻ S. മനോജ് നമുക്കൊപ്പം ചേരുന്നു.
ശ്രീ മനോജ്, പുതിയ സീസണിലേക്ക് കടക്കുകയാണല്ലോ, എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഈ വർഷം നമ്മൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരുപാട് പാളിച്ചകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ടീമിൻ്റെ ആ ഒരു കോമ്പിനേഷനിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഈ വർഷം നമ്മളൊരു ടീം സെറ്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു ഡെപ്തുള്ള ഒരു ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ നല്ല കുറച്ച് പേസേഴ്സിനെ നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ലാക്ക് ചെയ്തൊരു ഏരിയ ആയിരുന്നു അത്. അതുപോലെ തന്നെ നല്ല സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ്, നല്ല വിക്കറ്റ് കീപ്പർ, എല്ലാം നമ്മൾ ഈ വർഷം ഒരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു നല്ലൊരു ഓപ്ഷനായിരുന്നു നമ്മുടെ. അതുകൊണ്ട് തന്നെ നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പെർഫോമൻസ് അങ്ങനെ തന്നെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതെ, അതോടൊപ്പം ഇന്ത്യൻ ദേശീയ വനിതാ ടീമിനൊപ്പവും വിവിധ IPL ടീമുകൾക്കൊപ്പവും ഒക്കെ പരിശീലകനായി പ്രവർത്തിച്ച ബിജു ജോർജിന്റെ സാന്നിധ്യം എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വലിയ സന്തോഷമല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IPL ടീമുകളുടെയൊക്കെ പല ടീമുകളുടെയും ഫീൽഡിംഗ് കോച്ചായിട്ടുള്ള അദ്ദേഹം നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സന്നദ്ധത അറിയിച്ചതാണ്. കുറച്ച് 1-2 ദിവസം നമ്മളുമായിട്ടുള്ളൊരു പേഴ്സണൽ ബന്ധം വെച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അത് വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിംഗ് കോച്ചിൻ്റെ ഒരു എക്സ്പോഷർ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഞാനതിനെ വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം 2 ദിവസം നമ്മളോട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം അദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡിങ്ങിൻ്റെ ഒരു നോളജ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഈ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അബ്ദുൾ ബാസിത്തിനൊപ്പം ബേസിൽ തമ്പി കൂടി എത്തുന്നു. ഇത് ടീമിനെ കൂടുതൽ കരുത്തരാക്കുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ബാസിത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ഒരു ഗെയിം പ്ലാനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനെ ആയിരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ തമ്പി വരുന്നതോടുകൂടി നമുക്കറിയാം നമ്മുടെ ബോളിങ്ങിൻ്റെ മൂർച്ച കൂടുന്നു. കാരണം ഒരു 140 കിലോമീറ്ററിന് മേളിൽ സ്പീഡുള്ള കുറച്ച് ബോളേഴ്സ് ഉള്ളൂ കേരളത്തിൽ. അതിലൊരാളാണ് ബേസിൽ തമ്പി. അതുപോലെ തന്നെ ബേസിൽ തമ്പിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് ടീമുമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് ജെല്ലാവുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ് തമ്പി. അപ്പോൾ തമ്പി വരുന്നതോടുകൂടി അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും. പിന്നെ ബാസിത്ത് ആഫ്റ്റർ ഓൾ നമുക്കറിയാം നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടറാണ്. കേരളത്തിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളാണ് ബാസിത്ത്. കഴിഞ്ഞ വർഷം നമ്മൾ ജയിച്ച പല മാച്ചുകളിലും ബാസിത്തിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ബാറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ചില മികച്ച പ്രകടനങ്ങളാണ് 1-2 മാച്ച് നമ്മളെ ജയിപ്പിച്ചത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സും കൂടെ ചേരുമ്പോൾ ഇപ്പോൾ കൃഷ്ണപ്രസാദ് വളരെ താരതമ്യേന ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള താരമാണ് കൃഷ്ണപ്രസാദ്, നമ്മുടെ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഗോവിന്ദ് പൈ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ഹയസ്റ്റ് റൺ ഗെറ്ററായിരുന്നു. റിയ ബഷീർ. അതുപോലെ ഒരു മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ ഉള്ള നമ്മുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നതും വളരെ ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യമാണ്. അഭിജിത്ത് പ്രവീണും അതുപോലെ തന്നെ സഞ്ജീവ് സതീശനും നിഖിലമ്മും ഒക്കെ ചേരുമ്പോൾ വളരെ ശക്തമായൊരു സ്ക്വാഡിനെയാണ് നമ്മൾ ഈ വർഷം അണിനിരത്തിയിരിക്കുന്നത്. KCL മത്സരങ്ങൾ സ്റ്റാർ സ്പോർട്സിലാണല്ലോ സംപ്രേഷണം ചെയ്യുന്നത്. ഇത് യുവതാരങ്ങൾക്ക് കൂടുതൽ അവസരം നൽകാൻ ഉപകരിക്കുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? ശരിക്കും KCL കൊണ്ട് ഏറ്റവും ഗുണമുണ്ടാവുന്നത് കേരളത്തിലുള്ള ഇതുപോലെയുള്ള ആ താരങ്ങൾക്കാണ്, യങ്സ്റ്റേഴ്സിന് എസ്പെഷ്യലി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വിഘ്നേഷ് പുത്തൂരിൻ്റെ ഒരു സ്റ്റോറി കണ്ടതാണ്. അതുപോലെ തന്നെ എല്ലാ IPL ടീമുകളുടെയും ടാലൻറ്റ് സ്കൗട്ടുകൾ ഈ KCL മത്സരം കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരും. അതിൽ നിന്ന് ഒരുപാട് പ്ലെയേഴ്സിനെ അവർ നോട്ട് ചെയ്യും. അവരുടെ ഒരു സെലക്ഷൻ ട്രയൽസിന് വിളിക്കും, അവരുടെ ക്യാമ്പിലേക്ക് വിളിക്കും. അതിൽ നിന്ന് മേ ബി ആ ഒരു ഓപ്ഷൻ്റെ സമയമാകുമ്പോൾ ടീമിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. KCL കൊണ്ട് ഏറ്റവും കൂടുതൽ ഇനി വരാൻ പോകുന്ന ഒരു ജനറേഷനും ഇപ്പോൾ ഉള്ള ഒരു ജനറേഷനും ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് IPLലേക്ക് ഒരുപാട് പ്ലെയേഴ്സ്, നമ്മുടെ കേരള പ്ലെയേഴ്സ് വരും. അത് തീർച്ചയായിട്ടും കേരള ക്രിക്കറ്റിനും അതുപോലെ തന്നെ കേരളത്തിലുള്ള യങ്സ്റ്റേഴ്സിനും വലിയൊരു ബൂസ്റ്റായിരിക്കും നൽകാൻ പോകുന്നത്. ഈ KCLന് പിന്നാലെ വനിതാ ലോകകപ്പ് കൂടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ടല്ലോ, അതിനെ എങ്ങനെ നോക്കിക്കാണും? നമ്മുടെ ഒരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു ടീമാണ് വിമൻസിൻ്റെ ടീം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഓൾറെഡി തന്നെ ഒരു 3-4 പ്ലെയേഴ്സ് നമ്മുടെ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ മിന്നുമണി കളിക്കുന്നു, സജന കളിക്കുന്നു, ആശ കളിക്കുന്നു. അങ്ങനെ ഒരുപാട് താരങ്ങൾ ഓൾറെഡി ഇന്ത്യൻ ടീമിൽ എത്തിക്കഴിഞ്ഞു. ഇനിയും ഇതുപോലെയുള്ള വേൾഡ് കപ്പ് ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവേശം കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് തീർച്ചയായിട്ടും വിമൻസ് ക്രിക്കറ്റിന് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളുടെ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ നജ്ല CMC അണ്ടർ-19 ഇന്ത്യൻ പ്ലെയറാണ്, എക്സലൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലെയേഴ്സിനൊക്കെ ഇതൊരു വലിയ മോട്ടിവേഷനാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്താനുള്ള. കാരണം ഈ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരം അടക്കമുള്ളത് ഇവിടെ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ വിമൻസ് ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അവസാനമായി ആരാധകരോട് എന്താണ് പറയാനുള്ളത്?
ആരാധകരോട് പറയാനുള്ള ട്രിവാൻഡ്രം റോയൽസിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് പറയുമ്പോൾ ഈ വർഷം നമ്മൾ ഏറ്റവും മികച്ചൊരു ടീമിനെയാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ഒരു ഹോം ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ ഒരു വെന്യൂവിലെ കളി നടക്കുന്നുള്ളൂ, പക്ഷേ സ്റ്റിൽ ട്രിവാൻഡ്രത്താണ് മത്സരം നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഹോം ഗ്രൗണ്ടിൽ നിന്ന് തന്നെയാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇതിന് വലിയ ഒരു ഘടകമാണ്. നമ്മുടെ പ്ലെയേഴ്സ് ഇറങ്ങുന്ന സമയത്ത് അതൊരു വലിയ ഘടകമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ രാവിലെ നമ്മുടെ ഇതിൻ്റെ ഒരു ട്രോഫി ടൂറിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു വെൽക്കം എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പിന്തുണയാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ഏതായാലും എനിക്ക് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തിരുവനന്തപുരം കലിപ്പാണ്, പൊളപ്പാണ്. വളരെ നന്ദി മനോജ്, എല്ലാ ആശംസകളും. കണ്ണൂർ മയിലിൽ രക്ഷാബന്ധൻ പരിപാടിക്ക് നേരെയുള്ള CPM അക്രമത്തിൽ 25 CPM പ്രവർത്തകർക്ക് നേരെ പോലീസ് കേസെടുത്തു. റെനിൽ, മോഹനൻ, അനൂപ്, നിധീഷ്, സജയൻ, അജീഷ് എന്നിവർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന മറ്റ് 19 CPMകാർക്കെതിരെയുമാണ് കേസ്. RSS കണ്ണൂർ ഖണ്ഡ് വിദ്യാർത്ഥി പ്രമുഖ രജിത് AVയുടെ പരാതിയിലാണ് മയിൽ പോലീസ് കേസെടുത്തത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂർ മയിലിൽ രക്ഷാബന്ധൻ പരിപാടിക്കിടെ CPM നടത്തിയ അക്രമത്തിൽ ഇപ്പോൾ 25 CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ? രോഹിണി, ഇന്നലെ രാത്രി 7:30യോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മയിൽ ഗോപാലൻ പീടിക എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ രക്ഷാബന്ധൻ പരിപാടികൾ നടക്കുകയായിരുന്നു. ഇതിനിടയിലേക്കാണ് സംഘടിച്ചെത്തിയ CPMകാർ വ്യാപക അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ സോമൻ എന്ന ആളുടെ വീട്ടിൽ വെച്ചാണ് ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്തേക്ക് ഇവർ കടന്നു വരികയും വലിയ അക്രമം അഴിച്ചുവിടുകയും ചെയ്യുകയായിരുന്നു. RSSന്റെ കണ്ണൂർ ഖണ്ഡ് വിദ്യാർത്ഥി പ്രമുഖ രജിത് AV, മുല്ലക്കൊടി മണ്ഡൽ കാര്യവാഹ് സുനിൽ എന്നിവർക്ക് ഈ ഒരു അക്രമത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. രജിത്തിന്റെ പരാതിയിൽ ഇപ്പോൾ 25 CPM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. റെനിൽ, മോഹനൻ, അനൂപ്, നിതീഷ്, സജയൻ, അജീഷ് എന്നീ CPMകാർക്കെതിരെയും മറ്റ് കണ്ടാൽ അറിയാവുന്ന 19 CPMകാർക്കെതിരെയുമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഹെൽമെറ്റ് കൊണ്ട് ഉൾപ്പെടെ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ണൂർ ജില്ലയിൽ സംഘർഷങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ സമാധാന അന്തരീക്ഷത്തിൽ കടന്നു പോവുകയാണ്. ആ ഒരു അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉയർന്നത് എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. കാരണം യാതൊരു പ്രശ്നവും ഇല്ലാതിരുന്ന സ്ഥലത്താണ് ഒരു രക്ഷാബന്ധൻ ചടങ്ങുകൾ നടക്കുന്നതിനിടയിലേക്ക് ഇത്തരത്തിൽ CPMകാർ സംഘടിച്ചെത്തി അക്രമം അഴിച്ചുവിട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കൂടുതൽ CPMകാർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. മർദ്ദനമേറ്റ ബാക്കിയുള്ളവർ ഉടൻ തന്നെ പരാതി കൊടുക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഈ കൂടുതൽ പ്രതികൾക്കെതിരെ അല്ലെങ്കിൽ കൂടുതൽ CPMകാർക്കെതിരെ കേസെടുക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കടുപ്പിച്ച് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം. സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നതിന് 6 വർഷത്തിനിടെ 14 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടിരുന്നു. സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെ കൂടി പിരിച്ചുവിടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ഈ സ്വർണ്ണക്കടത്തിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണോ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം? നടപടിയിലേക്ക് തന്നെയാണ് കസ്റ്റംസ് കടന്നിരിക്കുന്നത്. കാരണം കസ്റ്റംസിന് നേരത്തെ തന്നെ, അതായത് 6 വർഷത്തിനുള്ളിൽ 14 ഉദ്യോഗസ്ഥരെയാണ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ അതിന് കൂട്ടുനിന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സർവീസിൽ നിന്ന് പുറത്താക്കിയത്. പല ഘട്ടങ്ങളിൽ ഇവർക്കെതിരെ തന്നെ വിശദമായ അന്വേഷണം നടത്തി. പലരും DRIയുടെ അന്വേഷണത്തിൽ, അവരുടെ നിരീക്ഷണത്തിലായിരുന്നു, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ നിരീക്ഷണത്തിലാണ് കുടുങ്ങിയത്. ഇത്തരക്കാർക്കെതിരെ നടപടി എടുത്തതിനൊപ്പമാണ് മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ കൂടി ഇപ്പോൾ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടപടിക്കൊരുങ്ങുന്നത്. കാരണം എല്ലാ വിമാനത്താവളങ്ങൾ വഴിയും വലിയ തോതിലുള്ള കള്ളക്കടത്തുകളായിരുന്നു കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ നടന്നുകൊണ്ടിരുന്നത്. ഇതിനെല്ലാം തന്നെ ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഒത്താശ കൃത്യമായി ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് നിരീക്ഷണം ശക്തമാക്കിയത്. വിവിധ അന്വേഷണ വിഭാഗങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. എയർപോർട്ടിനകത്ത് DRIയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. പുറത്ത് CBI സംഘം ഉദ്യോഗസ്ഥരുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും പരിശോധിക്കുന്നതിന് വേണ്ടി CBIയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. അത്തരം ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നു. അതിനിടയിലാണ് കസ്റ്റംസിൽ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടികൾ കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് 14 ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതിനു പുറമെ മറ്റു ചില ഉദ്യോഗസ്ഥരെ
നിരീക്ഷണത്തിലാക്കിയിരിക്കുകയും ഒരാളെ പുറത്താക്കുന്ന നടപടികളിലേക്ക് കൂടി കടക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ 2023 ജൂണിൽ നടന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒത്താശ ചെയ്തതിൻ്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ അനീഷ് മുഹമ്മദ് എന്ന ഉദ്യോഗസ്ഥനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക എന്നാണ് കസ്റ്റംസ് പ്രിവൻറ്റീവ് വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത്. 6 വർഷത്തിനിടയിലാണ് 14 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടത്. 2019 രാജ്യത്താകെ 15 ഉദ്യോഗസ്ഥർക്കെതിരെ കസ്റ്റംസിൽ നടപടികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുന്നത്. ഉദ്യോഗസ്ഥർക്കിടയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ അതിൻ്റെ പങ്ക് പറ്റുകയും ഈ വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ അതിൻ്റെ പങ്ക് പറ്റുകയും പലപ്പോഴും ഈ പരിശോധനകൾ നടക്കുന്നതും പരിശോധനകൾ കർശനമാക്കുന്നതുമെല്ലാം ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ അറിയിക്കുകയും എല്ലാം തന്നെ ചെയ്തതിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കാളിത്തമുണ്ടായിരുന്നു. അതെല്ലാം വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നടപടികൾ സ്വീകരിക്കുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്. വിഭജന ഭീതി ദിനാചരണത്തിന് സർവകലാശാലകളിൽ പരിപാടി നടത്തരുതെന്ന് വീണ്ടും ഉത്തരവിറക്കി പിണറായി സർക്കാർ. പരിപാടി മതസ്പർദ്ധ വളർത്തുമെന്നാണ് സർക്കാർ വാദം. ഇത് സംബന്ധിച്ച് കോളേജ് പ്രിൻസിപ്പൽമാർക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉത്തരവും കൈമാറി. പരിപാടിക്കെതിരെ നിലപാടുമായി SFIയും പരിപാടി സംഘടിപ്പിക്കണമെന്ന നിലപാടിൽ ABVPയും രംഗത്തുണ്ട്. എസ് ശാലിനി ചേരുന്നു. ശാലിനി, വിഭജന ഭീതി ദിനാചരണത്തിന് സർവകലാശാലകളിൽ പരിപാടി നടത്തരുത് എന്ന് വീണ്ടും പിണറായി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. എന്താണ് സർക്കാരിന്റെ ഈ നിലപാട്? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആഘോഷിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. വിഭജന ഭീതി ദിനാചരണം സംസ്ഥാന വ്യാപകമായി ആചരിക്കാൻ ഒരുങ്ങുന്നത്. അത് എല്ലാ കോളേജുകൾക്കും അതിന്റെ സർക്കുലർ അടക്കം നൽകിയൊരു സാഹചര്യത്തിൽ വീണ്ടും ഒരു വിവാദ ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇടത് സർക്കാർ. മന്ത്രി ആർ ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് കോളേജ് പ്രിൻസിപ്പൽമാർക്ക് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കരുത്, അത് മതസ്പർദ്ധ വളർത്തുന്നതാണ് എന്ന രീതിയിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ടൊരു സർക്കുലർ രംഗത്തെത്തിയിട്ടുള്ളത്. എന്തായാലും അതിൽ പല കോളേജുകളും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജുകൾ, കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിവിധ കോളേജുകളിലും പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ളതാണ് പ്രിൻസിപ്പൽമാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. സർവകലാശാല VC-മാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും അത്തരത്തിലാണ്. എന്തായാലും രാവിലെ 11-ഓടുകൂടി തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ധനുവച്ചപുരം NSS കോളേജിലടക്കം ഈ പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ വിവാദ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ABP അടക്കമുള്ള വിദ്യാർത്ഥി യൂണിയനുകളും രംഗത്തെത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ പരിപാടി തടയാനുള്ള നീക്കങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നും KSUവിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാട് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് വിഭജന കാലത്ത് നടന്നിട്ടുള്ളത്, ആ കാലത്തുണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ, ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അന്നുണ്ടായി, എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എന്നൊക്കെ വരും തലമുറയ്ക്ക് പറഞ്ഞു നൽകാൻ അല്ലെങ്കിൽ അത് പറഞ്ഞു പഠിപ്പിക്കാനുള്ളൊരു ദിനമായി ഇന്ന് രാഷ്ട്രപതിയും ഒപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നൽകിയിട്ടുള്ള ഈ നിർദ്ദേശം അത് മറികടക്കാനുള്ള സർക്കാർ നീക്കം അമ്പേ പരാജയപ്പെടുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കാനും നടത്താനുമുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വിവിധ സർവകലാശാലകളിലും കോളേജുകളിലും പരിപാടി നടക്കുകയും ചെയ്യും. എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. വേടൻ എന്ന റാപ്പർ ഹിരൺദാസ് മുരളിക്കെതിരായ ബലാത്സംഗ കേസിൽ മൗനം തുടർന്ന ഇടത് നേതാക്കൾ. അറസ്റ്റ് വൈകുന്നതെന്തെന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി LDF കൺവീനർ. വേടനെ പരിഗണിക്കുന്നത് കലാകാരൻ എന്ന നിലയിലെന്നും TP രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. വേടന്റെ കാര്യത്തിൽ ഒരു ബലാത്സംഗ പരാതി വന്നിട്ടും ഇതുവരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം കഞ്ചാവ് കേസിൽ പ്രതിയായ സമയത്ത് സർക്കാർ സംരക്ഷണം ഒരുക്കിയ ഒരാളാണ്. സർക്കാർ തെറ്റിനൊന്നും സംരക്ഷിക്കുന്നില്ല. വേടനൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അയാളെ ഒരു കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കഞ്ചാവ് കേസിൽ പ്രതിയാണെങ്കിൽ അത് പരിശോധിച്ച നിലപാടുകൾ എടുക്കേണ്ടത്. ഇപ്പോഴും അതിൽ അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രജിത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, റാപ്പർ വേടനെതിരെയുള്ള ചോദ്യങ്ങൾക്ക് വളരെ വിദഗ്ധമായി തന്നെ ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയാണ് LDF കൺവീനറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ബലാത്സംഗ കേസിൽ നിലവിൽ മൊഴി അടക്കമുള്ളത് പോലീസ് ശേഖരിച്ചെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതേയില്ല. ഇത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പോലീസിന് ഭയമുണ്ടാകും രോഹിണി. കാരണം കഴിഞ്ഞ 2 തവണ കേസുണ്ടായ സമയത്തും അതിപ്പോൾ കഞ്ചാവ് കേസാണെങ്കിലും ശരി, പുലിപ്പല്ല് കേസാണെങ്കിലും ശരി, മറ്റാർക്കും ലഭിക്കാത്തൊരു പ്രിവിലേജും ഒരു സംരക്ഷണവും സംസ്ഥാന സർക്കാർ വേടന് നൽകിയിരുന്നു. വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് നൽകിയിരുന്നു. ആ ഒരു സമീപനം ഈ കേസിലും സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി മന്ത്രി OR കേളു ഇത്തരമൊരു ആരോപണം വന്നതിന് ശേഷവും ഈ പറയുന്ന ഹിരൺദാസ് മുരളിയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. വേടനെ വേട്ടയാടുകയാണ് എന്ന രീതിയിലൊക്കെയാണെന്ന് മന്ത്രി പറഞ്ഞത്. അതായത് ഇത്തരമൊരു
ബലാത്സംഗ പരാതി വന്നതിന് ശേഷമാണ് ജൂലൈ 30-ന് തൃക്കാക്കര പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ വേടനെ പൂർണ്ണമായും പിന്തുണ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്, CPM ആണ് എന്നുള്ളതിന് പ്രാഥമികമായി അതുതന്നെയാണ് തെളിവ്. അതിന് പിന്നാലെയാണ് നമ്മൾ ഈ CPM നേതാക്കളോട് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർ കൃത്യമായി ഒഴിഞ്ഞു മാറുന്നത്. നമുക്ക് TP രാമകൃഷ്ണൻ്റെ ആ ശരീരഭാഷയിൽ നിന്നും അദ്ദേഹം ആ ചോദ്യത്തെ എത്ര മനോഹരമായിട്ടാണ് ഒഴിവാക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റു ചോദ്യങ്ങളിലേക്ക് പോകുന്നതും ശ്രദ്ധ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നതും ഒക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. കൃത്യമായി സംസ്ഥാന സർക്കാർ തന്നെയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത്. അതിന് CPM-ന്റെ പിന്തുണയുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ പറയുന്ന ആദ്യത്തെ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ പോലും പരസ്യമായി വന്ന് പിന്തുണച്ചതൊക്കെ CPM നേതാക്കളാണ്. അവർ വല്ലാത്തൊരു സംരക്ഷണ കവചം ഈ പറയുന്ന ഹിരൺദാസ് മുരളിക്ക് ഒരുക്കിയിരുന്നു. അത് നേരത്തെ മീട്ടു ആരോപണം നേരിട്ട ഒരാളാണ് വേടൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്നിരിക്കെയാണ് അതിനുശേഷമുണ്ടാകുന്ന മറ്റ് 2 കേസുകൾ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ കേസുകൾ എന്ന് പറയാവുന്ന രീതിയിലേക്ക്, ക്രിമിനൽ പ്രവർത്തനം എന്ന് പറയാവുന്ന രീതിയിലേക്കൊക്കെ പോയത്. ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു, അത് തത്സമയം പിടിക്കപ്പെടുന്നു, പിന്നീട് പുലിപ്പല്ലി കേസ് ഉണ്ടാകുന്നു. ഇതിലെല്ലാം സംസ്ഥാന സർക്കാർ പരസ്യമായി ഈ പറയുന്ന വേടനെ പിന്തുണച്ചുകൊണ്ടിരുന്നു, സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിരുന്നു. CPM നേതാക്കൾ തുടർച്ചയായി വേടനെ അനുകൂലിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്ന സാഹചര്യമുണ്ടായി. സാധാരണഗതിയിൽ കേരളത്തിൽ മറ്റൊരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്ന പ്രതിക്കും. ശരി, പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി സതേൺ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ ഓഫീസിൽ ബൈക്ക് റാലി ആരംഭിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വോട്ടർ പട്ടികയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ തിരിഞ്ഞുകൊത്തുന്നതോടെ പ്രതിസന്ധിയിലായ ഇടതുവലത് മുന്നണികൾ. രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും ഇരട്ട വോട്ടിൽ മുഖം നഷ്ടമായി കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ LDF കൺവീനർ തന്നെ തുറന്ന് സമ്മതിച്ചത് CPM-നും തിരിച്ചടിയായി. BJP നേതാവ് K സുരേന്ദ്രന്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം ജനശ്രദ്ധ പിടിച്ചുപറ്റിയതും ഇടത് വലത് മുന്നണികൾക്ക് അപ്രതീക്ഷിത പ്രഹരം തന്നെ. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വോട്ടർ പട്ടികയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ തിരിഞ്ഞുകൊത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം. രാഷ്ട്രീയ ആരോപണവുമായി അവർ BJP-ക്കെതിരെ ഒത്തുചേർന്നെങ്കിലും ഇപ്പോൾ അവരുടെ തന്നെ പ്രവർത്തകരും അതോടൊപ്പം നേതാക്കളുമൊക്കെ ഈ ഇരട്ട വോട്ടും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണ വിധേയരാണ് എന്നതിനുള്ള കൂടുതൽ തെളിവുകൾ ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ സ്വയം പരിഹാസ്യരായി മാറുന്നൊരു കാഴ്ച കൂടിയല്ലേ കാണാൻ സാധിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം ദേശീയ തലം തൊട്ട് ഇങ്ങനെ സംസ്ഥാന തലത്ത് താഴെ തട്ടിൽ വരെ കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും ഒക്കെ ഇപ്പോൾ ഈ ഇരട്ട വോട്ട് ആരോപണത്തിലേക്ക് വന്ന് വീണിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സോണിയാഗാന്ധിയുടെ പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇത് കഴിഞ്ഞ ദിവസം വാർത്തയായതാണ്. അതിന് പിന്നാലെ വയനാട്ടിലെ വോട്ടിൻ്റെ പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ഇരട്ട വോട്ടുകളുടെ പ്രശ്നങ്ങളൊക്കെ ദേശീയ തലത്തിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാട്ടപ്പെട്ടു. അതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഇരട്ട വോട്ട് ആരോപണം വന്നത്. സാധാരണഗതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട അവർ ഒരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം വീട് മാറിയ സമയത്ത് അവിടെ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെയുള്ളൊരു പൗരനുള്ള എല്ലാത്തരം അവകാശങ്ങളുമുള്ള, നിയമപരമായി താൻ താമസിക്കുന്നിടത്തേക്ക് തൻ്റെ വോട്ട് മാറാറ്റാനുള്ള എല്ലാ അവകാശവും ഒരു പൗരനുണ്ട്. കാര്യങ്ങൾ അങ്ങനെയായിരിക്കെ അതിന് മറ്റൊരു നിറം നൽകി അത് ഇരട്ട വോട്ടാണെന്ന രീതിയിലുള്ളൊരു അപമാനിക്കലിന് കോൺഗ്രസും CPM-ഉം മുതിർന്നിരുന്നു. അതിന് പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അവരുടെ ഇരട്ടത്താപ്പ് തന്നെ ചോദ്യം ചെയ്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നമ്മളിനി ഈ നേതാക്കന്മാരുടെയൊക്കെ ഈ വോട്ടുകളിലേക്ക് വരികയാണെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട് ഉള്ള വോട്ടുകളെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ചർച്ചയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഹരിപ്പാട് മണ്ഡലത്തിലെ തൃപ്പരന്തുര പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ ഹരിപ്പാട് നഗരസഭയിലെ ഡോണാപ്പടി വാർഡിലും വോട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വോട്ടുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്, താൻ അത് മാറ്റാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു ശക്തി കുറഞ്ഞ ഒരു ന്യായീകരണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കാര്യം
വരുമ്പോഴും ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സതീശന് താമസിക്കുന്നത് ചെങ്ങമ്മനാട് പഞ്ചായത്തിലെ 15ാമത്തെ വാർഡിലെ മടത്തിമൂലയിലാണ്. സതീശൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇവിടെ വോട്ടുണ്ട്. എന്നാൽ സതീശൻ്റെ വോട്ടിരിക്കുന്നത് പറവൂർ മുനിസിപ്പാലിറ്റിയിലെ 21ാം വാർഡിലാണ്. അതായത് സതീശൻ്റെ അവിടെ പ്രവർത്തിക്കുന്ന ഓഫീസിൻ്റെ മേൽവിലാസത്തിലാണ് സതീശൻ വോട്ട് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പുറത്തു വന്ന രേഖകൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളിക്ക് അദ്ദേഹത്തിനും 2 വോട്ട്, ഭാര്യയ്ക്ക് 3 വോട്ടുണ്ടെന്ന കാര്യവും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ മൂവാറ്റുപുഴ മാറാടി പഞ്ചായത്തിലും പെരുമ്പാവൂർ രായമംഗലം പഞ്ചായത്തിലുമാണ് എൽദോസ് കുന്നിപ്പള്ളിക്ക് വോട്ടുള്ളത്. അങ്ങനെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെല്ലാം ഈ രീതിയിൽ പലയിടങ്ങളിൽ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പലയിടങ്ങളിൽ വോട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ ദിവസവും നവമാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം BJPയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. ചില CPMന്റെ പ്രാദേശിക നേതാക്കൾ എങ്ങനെയാണ്. ശരി പ്രജിത്ത്, എന്തായാലും ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് ഇടതിനെയും വലതിനെയും സംബന്ധിച്ചുണ്ടാകുന്നത്. പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലത്ത് ലവ് ജിഹാദിൽപ്പെട്ട് 23-കാരി ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി റമീസിനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധി തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് തീരുമാനം. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള റമീസിന്റെ സുഹൃത്തും കേസിൽ പ്രതിയായേക്കുമെന്നാണ് സൂചന. ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഇന്ന് കോതമംഗലത്തെ പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കും. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പറയൂ. ഈ കേസിൽ പോലീസ് കാര്യമായിട്ട് ഇടപെടുന്നില്ല, അതുപോലെ തന്നെ ഗൗരവമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തുന്നില്ല എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാക്കുന്ന വിവരം റമീസിന്റെ മാതാപിതാക്കളെ കൂടി പ്രതി ചേർക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പോലീസിന് അത്തരത്തിലൊരു നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റമീസിന്റെ സുഹൃത്ത്, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള സുഹൃത്തിനും അതുപോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പിൽ തന്നെ മർദ്ദിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ തനിക്കെതിരെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ട് എന്നതടക്കം ഇവരുടെ മാതാപിതാക്കളുടെ, റമീസിന്റെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് കൃത്യമായി ആത്മഹത്യ ചെയ്ത പെൺകുട്ടി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അവർക്കെതിരെ നടപടിയെടുക്കാൻ, അവരെ കേസിൽ പ്രതി ചേർക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല. ഇപ്പോൾ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു വൈകാതെ തന്നെ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന വിവരം. ഇക്കാര്യം ഉടനെ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കേസിന്റെ തുടർ അന്വേഷണ പുരോഗതിയുടെ ഭാഗമായി തിങ്കളാഴ്ച റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പടക്കം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ആരോപണങ്ങൾ തള്ളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ചയില്ല, മറ്റൊരാളുടെ സ്വകാര്യ ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്നും ഹാരിസ് പറയുന്നു. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തൻ്റെ ഭാഗത്ത് ശസ്ത്രക്രിയ മുടങ്ങിയതിൽ യാതൊരുവിധ തെറ്റും സംഭവിച്ചിട്ടില്ല, താൻ ചട്ടലംഘനം നടത്തിയെന്ന് പറയുന്നത് ശരിയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കുറിപ്പിടാൻ പാടില്ലായിരുന്നു, അത് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. എന്നാൽ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തൻ്റെ യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ഹാരിസ്. കാരണം പ്രോബ് എന്ന് പറയുന്ന ഒരു ഉപകരണം അവിടെ ഇല്ലായിരുന്നു. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ വാങ്ങി വെച്ചിരിക്കുന്ന ഉപകരണം പ്രോബ് ഉണ്ടായിട്ടും അവിടെ ശസ്ത്രക്രിയ മുടങ്ങി എന്നാണ് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ പ്രോബ് എന്ന് പറയുന്ന ഉപകരണം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഉപകരണം അതേ വകുപ്പിലെ തന്നെ മറ്റൊരു ഡോക്ടറായ അദ്ദേഹം സ്വന്തം പണം നൽകി വാങ്ങി വെച്ച ഒരു ഉപകരണമാണ്. ആ ഒരു ഉപകരണത്തിൽ ശസ്ത്രക്രിയ നടത്താൻ തനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു. കാരണം മെഡിക്കൽ കോളേജിലെ പണം മുടക്കി വാങ്ങി വെച്ചൊരു ഉപകരണമല്ല, ഒരു ഡോക്ടർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി എടുത്തു വെച്ചൊരു ഉപകരണം കൊണ്ട് ശസ്ത്രക്രിയ നടത്തുന്നതിൽ എന്താണ് ഔചിത്യമുള്ളത് എന്നൊരു കാര്യമാണ് ഡോക്ടർ ഹാരിസ് ചോദിക്കുന്നത്. അവിടെ ഉപകരണം ഉണ്ടായിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും ആ ശസ്ത്രക്രിയ മുടക്കത്തില്ലായിരുന്നു, ആ ഒരു ശസ്ത്രക്രിയ കറക്റ്റ് അതിൻ്റെതായ സമയത്ത് തന്നെ നടന്നു പോയേനെ എന്നൊരു കാര്യം കൂടി ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട്. മറ്റൊരാൾ പണം നൽകി വാങ്ങി വെച്ചിരിക്കുന്ന ഒരു ഉപകരണത്തിൽ എങ്ങനെയാണ് മെഡിക്കൽ കോളേജിലെ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ തന്നെ നടത്താൻ സാധിക്കുക എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചോദിക്കുന്നത്. സർക്കാരും മറ്റുദ്യോഗസ്ഥരും ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് വീണ്ടും ഡോക്ടർ ഹാരിസിനെ മുറുകിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. രോഹിണി, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.
രാമായണ മാസത്തിൽ കോട്ടയം രാമപുരത്തെ നാലമ്പലങ്ങളിൽ ദർശനം നടത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ ക്ഷേത്രങ്ങൾ 2 കിലോമീറ്റർ ചുറ്റളവിൽ തൊഴാൻ പറ്റുന്നതാണ് രാമപുരത്തെ നാലമ്പലങ്ങളുടെ സവിശേഷത. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ ദർശനത്തിന് ശേഷം ക്ഷേത്ര ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. ക്ഷേത്രങ്ങളുടെ ഉന്നമനത്തിനായുള്ള നിർദ്ദേശങ്ങൾ പങ്കുവച്ചാണ് അദ്ദേഹം മടങ്ങിയത്. CX എക്സലൻസ് അവാർഡ് 2025 ബെസ്റ്റ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പുരസ്കാരം മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിന്. ഉപഭോക്താക്കളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതിലും നിറവേറ്റുന്നതിലും പുലർത്തുന്ന പ്രതിബദ്ധതയുടെ പ്രതിഫലനമാണ് ഈ അവാർഡെന്ന് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ മാത്യു മുത്തൂറ്റ് പറഞ്ഞു. മൊബൈൽ ആപ്പ് സേവനങ്ങൾ, ഓൺലൈൻ സ്വർണ്ണ വായ്പാ തിരിച്ചടവ്, തൽക്ഷണ വായ്പാ വിതരണം തുടങ്ങിയ ഡിജിറ്റൽ സംരംഭങ്ങളിലൂടെ കമ്പനി ഉപഭോക്തൃ മെച്ചപ്പെടുത്തിയതായി മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സ് ലിമിറ്റഡ് CEO P. മത്തായിയും പറഞ്ഞു. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 965-ലധികം ശാഖകളാണ് മുത്തൂറ്റ് മിനി ഫിനാൻസിയേഴ്സിനുള്ളത്. 2.5 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കൾക്ക് കമ്പനി സേവനം നൽകുന്നുണ്ട്. പുത്തൻ പുലരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.